എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഈ ഒരു കർമ്മത്തെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുവാദവും അനുഗ്രഹവും നൽകണേ എന്ന് പ്രാർത്ഥിക്കാം. ഓം നമോ നാരായണായ. ഓം നമോ ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 16. തൃതീയ സ്കന്ധം 2 പുസ്തകമായിട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതിലെ ആദ്യത്തെ ബുക്ക് 1-ാം ഭാഗമാണ് ഇത്. ഈ 1-ാം ഭാഗമാകുന്ന ഈ പുസ്തകത്തിൽ 16 അധ്യായങ്ങളാണുള്ളത്. അതിലെ ലാസ്റ്റ് 16-ാമത്തെ അധ്യായത്തിലെ അവസാന ഭാഗമാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഭഗവാൻ സനകാദി മഹർഷിമാരെ പുകഴ്ത്തുന്നതാണ്. വളരെ പുകഴ്ത്തിക്കൊണ്ട് അവരെ സംസാരിക്കുന്നതാണ്. അതായത് ജയവിജയന്മാരെ, ഭഗവാന്റെ പാർഷദന്മാരെ ശപിച്ചു. ഒരു നിമിഷ നേരത്തെ പെട്ടെന്ന് മനസ്സിലൊരു കോപം വരികയും അങ്ങനെ സനകാദികൾ ഭഗവാന്റെ പാർഷദന്മാരെ ശപിക്കുകയും അകത്തോട്ട് കടക്കാൻ തടസ്സം നിന്ന ആ ഭടന്മാരെ, ആ ഭൃത്യന്മാരെ ശപിക്കുകയും ചെയ്തു. അവരത് സന്തോഷത്തോടെ സ്വീകരിച്ചു. കാരണം ബ്രാഹ്മണ ശാപം, അതിനെ തടുക്കാൻ ഒരു ആയുധം കൊണ്ടും സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ചെയ്തു. ഒരു അനുഗ്രഹം മാത്രമേ ചോദിച്ചുള്ളൂ. ഏത് ലോകത്ത് എത്രയൊക്കെ ജന്മങ്ങൾ എടുത്ത് ജനിച്ചാലും ഭഗവാനെ മറന്നുകൊണ്ടൊരു ജന്മം ഉണ്ടാവരുതേ. മനസ്സിലെപ്പോഴും ഭഗവാന്റെ ഒരു സ്മരണയുള്ള ഒരു ജന്മം ലഭിക്കണേ എന്ന് മാത്രമാണ് അനുവാദമായിട്ട് ചോദിച്ചുള്ളൂ. ആ അനുഗ്രഹം സനകാദികൾ നൽകുകയും ചെയ്തു. അതെല്ലാം എന്നിട്ട് അവരവിടെ നിന്ന് വൈകുണ്ഠത്തിൽ നിന്ന് പോകാൻ നിൽക്കവേ ഇതെല്ലാം കണ്ടുകൊണ്ട് അകത്തിരുന്ന ഭഗവാൻ പാദങ്ങളൊക്കെ ചലിപ്പിച്ച് ലക്ഷ്മി സമേതനായിട്ട് ഗരുഡൻ്റെ പുറത്തേറി ഒരു കൈ ഗരുഡൻ്റെ ഒരു തോളിലും മറ്റേ കൈയിൽ താമരപ്പൂവും ഇട്ട് ഇങ്ങനെ ചലിപ്പിച്ചിട്ടാണ് ഭഗവാൻ വന്നിരുന്നത്. ആ കാഴ്ച തന്നെ നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാം. അങ്ങനെ ആ 7-ാം കവാടത്തിൻ്റെ അവിടെ എത്തിയിട്ട് അവിടെ വെച്ച് ഭഗവാനെ കണ്ടപ്പോൾ സനകാദികൾക്ക് അവരതുവരെ ധ്യാനത്തിൽ മാത്രം ഹൃദയത്തിൽ സങ്കല്പ രൂപത്തിൽ കണ്ടിരുന്ന ഭഗവാനെ കണ്ണുകൾ കൊണ്ട് ശരിക്കും പ്രത്യക്ഷ രൂപത്തിൽ കാണാൻ സാധിച്ചപ്പോൾ അവർ ഭഗവാനെ നമസ്കരിച്ച് വണങ്ങി ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്തു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അത് മാത്രമല്ല, സനകാദികൾക്കൊരു കുറ്റബോധവും വന്നു ആ സമയത്ത്. അതായത് ജയവിജയന്മാർ ഞങ്ങളുടെ തെറ്റ് സമ്മതിച്ച് ശരിയാണ്, ഞങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്നൊരു തെറ്റ് സമ്മതിച്ചതോടുകൂടി ശാപം കൊടുത്ത സനകാദികൾക്ക് ഒരു പശ്ചാത്താപം തോന്നി. അയ്യോ, എത്രയായാലും ഭഗവാന്റെ വൈകുണ്ഠത്തിൻ്റെ 7-ാം കവാടത്തിൻ്റെ ഏറ്റവും തൊട്ടു മുന്നിൽ കാണുന്ന കവാടത്തിൻ്റെ വാതിൽക്കൽ കാവൽക്കാരായി നിൽക്കണമെങ്കിൽ ജയവിജയന്മാർ ഭഗവാന്റെ പാർഷദന്മാരിൽ ഏറ്റവും മുഖ്യന്മാരായിരിക്കണം, അല്ലേ? അപ്പോൾ അവിടെ വരെ അവരെത്തിയത് അവരുടെ നിർമ്മലമായ ഭക്തി കൊണ്ടും സമർപ്പണഭാവം കൊണ്ടുമാണ് അവരവിടെ വരെ എത്തിയിട്ടുണ്ടാവുക. ആ വൈകുണ്ഠത്തിൻ്റെ 7-ാം കവാടത്തിലെ കാവൽക്കാരാവണമെങ്കിൽ മുഖ്യ പാർഷദന്മാരായിരിക്കണമല്ലോ അവര്. അപ്പോൾ അവരുടെ എത്രമാത്രം നിഷ്കളങ്കമായ ഭക്തി കൊണ്ടായിരിക്കണം അവരവിടെ എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ജന്മത്തിലേക്ക് അവരെത്തിയിട്ടുണ്ടാവുക. അവരെ പെട്ടെന്ന് വന്നൊരു കോപത്താൽ ശപിക്കേണ്ടിയിരുന്നില്ല എന്ന് സനകാദികൾക്ക് ആ നിമിഷം തോന്നി. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കോപം ഞങ്ങൾക്ക് ഉണ്ടായതും അവരെ ശപിച്ചതും ഭഗവാന്റെ ഭക്തന്മാരെ ശപിച്ചതും ഞങ്ങൾ ചെയ്തൊരു വലിയ തെറ്റായി പോയി. അതിനങ്ങ് എന്ത് ശിക്ഷ തന്നാലും ഞങ്ങൾ സ്വീകരിക്കാം. ഒരാഗ്രഹമേ ഉള്ളൂ, ഏതൊക്കെ ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും ഏത് പാപം ഏത് കർമ്മത്തിനും ഒരു പ്രാരാബ്ധം ഉണ്ടല്ലോ, കർമ്മഫലം ഉണ്ടല്ലോ. ഇതിൻ്റെ കർമ്മഫലം അനുഭവിക്കാൻ എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ട ജന്മങ്ങളായിരിക്കണേ എന്ന് ഒരു പ്രാർത്ഥന മാത്രമേ സനകാദികൾ വെച്ചുള്ളൂ. അങ്ങനെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കെ ഇതെല്ലാം കേട്ട് ഭഗവാൻ സനകാദികളെ തിരിച്ചു പറഞ്ഞ മറുപടി കേട്ടപ്പോൾ സനകാദികൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല ഭഗവാൻ പറയണ മറുപടി കേട്ടപ്പോൾ. കാരണം ത്രിലോകങ്ങളുടെയും നാഥനായിട്ടുള്ള ഭഗവാൻ പറയുന്നത്
ബ്രഹ്മത്തെ അറിഞ്ഞ സനകാദികൾ ബ്രാഹ്മണരാണ്. ബ്രാഹ്മണർ എന്ന് വെച്ചാൽ ഒരു ജാതിയല്ല. ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രഹ്മജ്ഞാനികളായ ആ ബ്രാഹ്മണരായിട്ടുള്ള അവരിലൂടെയാണ് ത്രിലോകങ്ങളുടെയും നാഥനായിട്ടുള്ള ഭഗവാൻ പോലും അനുഗ്രഹിക്കപ്പെടുന്നത് എന്നായിരുന്നു ഭഗവാൻ പറഞ്ഞത്. ആ ഭക്തന്മാരുടെ, ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ആ ബ്രഹ്മജ്ഞന്മാരുടെ ദാസനാണ് ഞാൻ. അവരുടെ പാദകമലങ്ങളിൽ നമസ്കരിക്കുമ്പോൾ അതിലെ പൊടികൾ എൻ്റെ കിരീടത്തിൽ വഹിക്കുന്നതിലൂടെ പരിശുദ്ധനാകുന്നവനാണ് ഞാൻ. നിങ്ങളിലൂടെ ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നത്. ഈ ലോകം മുഴുവൻ എൻ്റെ കീർത്തി പരത്തുന്നത് നിങ്ങളാണ്. നിങ്ങളിലൂടെയാണ് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നത്. ഇതൊക്കെയാണ് ഭഗവാൻ പറഞ്ഞത്. അതൊക്കെ കേട്ടപ്പോൾ ഭഗവാൻ ശരിക്കും ഞങ്ങളെ പുകഴ്ത്തിയതാണോ, അതോ ഞങ്ങൾ എന്തോ ആരൊക്കെയോ ആണോ എന്നുള്ള ഒരു അഹങ്കാരം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്ന് ഉണ്ടോ? ഇനി അത് ഭഗവാൻ ഞങ്ങൾക്ക് കാണിച്ചു തരികയാണോ? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വലിയവരാണെന്നൊരു തോന്നൽ ഞങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ടോ? ഞങ്ങൾ പാപികളാണോ, അതോ ഭഗവാൻ ശരിക്കും ഞങ്ങളെ പുകഴ്ത്തിയതാണോ? ഇങ്ങനെയൊക്കെ പറയാൻ മാത്രമുള്ള യോഗ്യത ഞങ്ങൾക്കുണ്ടോ എന്നൊരു സംശയം സനകാദികൾക്ക് തോന്നുകയാണ്. അപ്പോൾ ഭഗവാൻ എന്താണ് ഭഗവാന്റെ ഉള്ളിൽ? കാരണം അത്രയ്ക്കും വളരെ ഈ ബ്രഹ്മജ്ഞാന്മാരെ അവഗണിക്കുന്നത്, അത് സ്വന്തം കൈയാണെങ്കിൽ പോലും ഞാനത് ഛേദിച്ചു കളയും എന്നൊക്കെയാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും മഹത്വം ഞങ്ങൾക്കുണ്ടോ എന്ന് വിശ്വസിക്കാൻ പോലും പറ്റാത്ത സനകാദികൾ അപ്പോൾ ചോദിക്കുന്നത്, ഭഗവാൻ ഇത്രയും അർത്ഥഗംഭീരമായ വാക്കുകൾ പറഞ്ഞപ്പോൾ എന്താണ് ഭഗവാന്റെ ഉള്ളിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് സനകാദികൾക്ക് അങ്ങ് മനസ്സിലായില്ല. അപ്പോൾ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ആ ഋഷികൾ ഭഗവാനോട് ചോദിക്കുകയാണ്, അങ്ങ് എന്താണ് പറഞ്ഞത്? ആ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇതിന് മാത്രം മഹത്വം ഞങ്ങൾക്കുണ്ടോ? ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് നേരിട്ട് ആ സനകാദി മഹർഷിമാർ ഭഗവാനോട് ചോദിക്കുന്നതാണ് നമ്മളിനി കാണുന്നത്. ശ്ലോകം 16, അധ്യായം 16 ശ്ലോകം 16. ഋഷയ ഊജു, ഋഷിമാർ പറഞ്ഞു, ന വയം ഭഗവൻ വിദമഃ തവ ദേവ ചികീർഷിതം കൃതഃ മേ അനുഗ്രഹഃ ച ഇതി യദധ്യക്ഷഃ പ്രഭാഷസേ. ന വയം ഭഗവൻ വിദമഃ തവ ദേവ ചികീർഷിതം കൃതഃ മേ അനുഗ്രഹഃ ച ഇതി യദധ്യക്ഷഃ പ്രഭാഷസേ. ഭഗവൻ, അല്ലയോ ഭഗവാനെ, ഋഷിമാർ സനകാദികൾ ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, വിദമഃ എന്ന് വെച്ചാൽ അറിയാനായിട്ട്, എന്ന് വെച്ചാൽ ന വിദമഃ അതായത് ഇല്ല എന്ന്, ഞങ്ങൾക്കറിയാൻ. വയം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക്, ന വിദമഃ അറിയാൻ പറ്റുന്നില്ല. ദേവ, അല്ലയോ ഭഗവാനെ, തവ അങ്ങയുടെ ചികീർഷിതം മനസ്സിൽ അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കൃതഃ അങ്ങ് എന്താണ് പറഞ്ഞത്? കൃതഃ എന്ന് വെച്ചാൽ ചെയ്തു. മേ അനുഗ്രഹ നിങ്ങൾ എന്നെ അനുഗ്രഹിക്കുക. ച ഇതി ഇപ്രകാരം നിങ്ങൾ എന്നെ അനുഗ്രഹിക്കുന്നു, നിങ്ങളിൽ നിന്നാണ് എനിക്ക് അനുഗ്രഹം കിട്ടുന്നത് എന്ന്. ച ഇതി എന്ന് വെച്ചാൽ ഇപ്രകാരം. യത് അധ്യക്ഷ ആരാണോ ഈ പ്രപഞ്ചത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള നിയന്താവായിട്ടുള്ള ഭഗവാൻ അങ്ങ് പ്രഭാഷസി ഞങ്ങളോട് പറഞ്ഞുവല്ലോ എന്ന്. നിങ്ങളാണ് എന്നെ അനുഗ്രഹിക്കുന്നത്, ആ ബ്രഹ്മജ്ഞന്മാരാണ് എന്നെ അനുഗ്രഹിക്കുന്നത് എന്ന് ഈ ലോകത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്താവായ അധ്യക്ഷനായ അങ്ങ് ഞങ്ങളോട് പറഞ്ഞുവല്ലോ. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇതാണ് അവരാദ്യം നേരിട്ട് തന്നെ ഭഗവാനോട് ആ സംശയം, ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന്. കാരണം ഞങ്ങളാൽ അങ്ങ് ഭഗവാൻ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയാണ് ശ്ലോകം 17 ബ്രാഹ്മണസ്യ പരം ദൈവം ബ്രാഹ്മണാഖില തേ പ്രഭോ വിപ്രാണാം ദേവദേവാനാം ഭഗവന്നാത്മദൈവതം. അതായത് ബ്രാഹ്മണസ്യ ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള പ്രിയപ്പെട്ടവരാണ് ബ്രാഹ്മണർ. ജാതിയല്ല, ഓർക്കുക, ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രാഹ്മണർ അവരാണ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവർ. അവരെ പ്രഭോ എന്ന് വെച്ചാൽ അല്ലയോ ഭഗവാനെ, അങ്ങ് ബ്രാഹ്മണ ആ ബ്രാഹ്മണന്മാരെ പരം ദൈവം അവരെയാണ് പരമമായ ദൈവമായിട്ട് കില അങ്ങ് പറയുന്നത് എന്ന്. അപ്പോൾ ആ ബ്രാഹ്മണരെയുടെ ഏറ്റവും പ്രിയമുള്ള ഭഗവാനെ അങ്ങ് പരമമായ ദൈവമായിട്ട് പറയുന്നത് ആ ബ്രാഹ്മണരെയാണ്. ആ ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രഹ്മജ്ഞാനികളെയാണ് ദൈവമായിട്ട് അങ്ങ് പറയുന്നത്
എന്നാൽ വിപ്രാണ ബ്രാഹ്മണരായ ഞങ്ങളും ദേവദേവാന എല്ലാ ദേവന്മാരും അവരുടെ ദേവന്മാരുടെ ദേവന്മാരും ഒക്കെ ഭഗവൻ അല്ലയോ ഭഗവാനെ അങ്ങയെ ദൈവതം അവരുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ ഉള്ളിലെ ആത്മാവും ദൈവവുമായിരിക്കുന്ന പരമാത്മാവ് ഭഗവൻ അങ്ങാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അങ്ങ് പറയുന്നു ബ്രഹ്മജ്ഞന്മാരോട് അത്യധികം പ്രിയമുള്ള അങ്ങ് പറയുന്നു പരമമായ ദൈവം എന്ന് പറയുന്നത് ഈ ബ്രഹ്മജ്ഞന്മാരാണെന്ന്. പക്ഷേ ബ്രഹ്മജ്ഞന്മാരായ ബ്രാഹ്മണരായ ഞങ്ങളും സകല ദൈവങ്ങളും ദേവന്മാരുടെ ദേവന്മാരും വരെ വിശ്വസിക്കുന്നത് ഞങ്ങളുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന ആത്മാവും പരമാത്മാവും ദൈവവും അങ്ങാണ് എന്നാണ്. ആ പരമാത്മാവും അങ്ങാണ് എന്നാണ് പറയുന്നത്, ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങ് ഈ പറയുന്നതിൻ്റെ അർത്ഥം ഞങ്ങളാൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ശ്ലോകം 18. ത്വത്വസനാതനഃ ധർമ്മഃ രക്ഷ്യതേ തനുഭിഃ തവ ധർമ്മസ്യ പരമോ ഗുഹ്യഃ നിർവികാരഃ ഭവാൻ മതഃ. അതായത് ത്വത്ത സനാതനധർമ്മഃ, സനാതനധർമ്മം ത്വത്തഃ എന്ന് വെച്ചാൽ ഉണ്ടായത് ഭഗവാനെ അങ്ങയിൽ നിന്നാണ്. അപ്പോൾ ഭഗവാനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ സനാതനധർമ്മം ഉണ്ടായതും ആ ഭഗവാനിൽ നിന്നാണ്. ഇനി തവ തനുഭിഹി അങ്ങയുടെ ആ ശരീരം, അങ്ങനെയുള്ള ശരീരം, അതായത് ഓരോരോ യുഗങ്ങൾ തോറും ഈ സനാതനധർമ്മത്തിന് ച്യുതി സംഭവിക്കുമ്പോൾ ഓരോ യുഗങ്ങൾ തോറും ആ ധർമ്മത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ അങ്ങ് തനുബി ഓരോ ശരീരങ്ങൾ എടുത്ത് അവതാരങ്ങളായി വന്ന് രക്ഷ്യതേ സനാതനധർമ്മത്തെ രക്ഷിക്കുന്നു. അപ്പോൾ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവായ അങ്ങ് തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനാധാരമായ സനാതനധർമ്മത്തെ ഉണ്ടാക്കിയത്. അങ്ങയിൽ നിന്നുമാണ് സനാതനധർമ്മം ഉണ്ടായത്. അങ്ങ് തന്നെയാണ് പല പല രൂപത്തിൽ യുഗങ്ങൾ തോറും അവതരിച്ച് ഈ സനാതനധർമ്മത്തെ സംരക്ഷിച്ചതും. ഇനി പറയാണ് ധർമ്മസ്യ പരമോ ഗുഹ്യ. ഇനി ഈ സനാതനധർമ്മത്തിലൂടെ ജീവിക്കുമ്പോൾ എത്തിച്ചേരുന്ന ആ ഗുഹ്യമായ അതീവ രഹസ്യമായിട്ടുള്ള ആ പരമസ്ഥാനമായിട്ടുള്ള നിർവികാരഹ എന്ന് വെച്ചാൽ ആ മോക്ഷം, ആ ആത്മസാക്ഷാത്കാരം എന്ന അവസ്ഥയും ഭവാൻ അങ്ങാണ് എന്ന് മതഹ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മതഹ എന്ന് വെച്ചാൽ അഭിപ്രായം. ഇപ്പൊ സനകാദികൾ പറയാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ അങ്ങയിൽ നിന്നാണ് സനാതനധർമ്മം ഉണ്ടായത്, ശാശ്വതമായി നിലനിൽക്കേണ്ട ആ ധർമ്മം. ഇനി അങ്ങ് തന്നെയാണ് യുഗങ്ങൾ തോറും ആ ധർമ്മത്തിന് ച്യുതി സംഭവിക്കുമ്പോൾ, നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചു, അത് ധർമ്മത്തിന് ച്യുതി സംഭവിക്കുമ്പോൾ അങ്ങ് തന്നെ യുഗങ്ങൾ തോറും പല ശരീര രൂപത്തിൽ അവതരിച്ച് ഈ ധർമ്മത്തെ സംരക്ഷിച്ചു. അങ്ങനെയുള്ള ഈ സനാതന ധർമ്മത്തെ അനുഷ്ഠിച്ച് ജീവിക്കുന്നതിലൂടെ ഓരോ വ്യക്തിയും എത്തിച്ചേരുന്ന പരമലക്ഷ്യമായിട്ടുള്ള അതീവ ഗുഹ്യമായ പരമലക്ഷ്യമായ ആ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഭവാൻ അങ്ങ് തന്നെയാണ്, അങ്ങയിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പം ഞങ്ങളെ പോലെയുള്ളവരൊക്കെ എത്തിച്ചേരുന്ന ആ പരമസ്ഥാനമായിട്ടുള്ളത് അങ്ങ് തന്നെയാണ്. അങ്ങയിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്, സനാതനധർമ്മം ഉണ്ടായത്. എന്നിട്ട് ആ അങ്ങ് തന്നെ പറയുന്നു ഞങ്ങളാലാണ് അങ്ങ് അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതാണ് അവർ വിശദമായിട്ട് ഭഗവാനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശ്ലോകം 19. തരന്തിഹി അഞ്ജസ മൃത്യും നിവൃത്ത യദനുഗ്രഹാത് യോഗിനഃ സഹ ഭവാൻ കിം സ്വിത് അനുഗൃഹ്യതേ യത് പരൈഹി. തരന്തിഹി അഞ്ജസ മൃത്യും നിവൃത്ത യദനുഗ്രഹാത് യോഗിനഃ സഹ ഭവാൻ കിം സ്വിത് അനുഗ്രഹ്യേത യത് പരൈഹി. അതായത് നിവൃത്ത, പൂർണ്ണ നിവൃത്തന്മാരായിട്ട്, അതായത് ഭൗതികമായ എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും മുക്തി നേടിയിട്ടുള്ള യദനുഗ്രഹാത് ഭഗവാന്റെ അനുഗ്രഹത്താൽ യോഗിനഃ അങ്ങനെയുള്ള യോഗികൾ മൃത്യു എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതമാകുന്ന സാഗരം, അതായത് ദുഃഖം നിറഞ്ഞ ഈ ലൗകിക ജീവിതമാകുന്ന ഈ മഹാസാഗരത്തെ അഞ്ജസ നിഷ്പ്രയാസം തരന്തി മറികടക്കുന്നു. അപ്പോൾ മുക്തന്മാരായിട്ടുള്ള യോഗികൾ ഭൗതികമായ എല്ലാ ആസക്തികളിൽ നിന്നും മനസ്സുകൊണ്ട് മുക്തന്മാരായ യോഗികൾ ഭഗവാനെ അവിടുത്തെ അനുഗ്രഹത്താലാണ് ഈ ലൗകിക ജീവിതമാകുന്ന ഈ മഹാസാഗരത്തെ നിഷ്പ്രയാസം മറികടക്കുന്നത്.
സഹഭവാൻ അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് പരേ യതു പരേ എന്ന് വെച്ചാൽ അർത്ഥം അന്യരെ, ഞങ്ങളാൽ, മറ്റുള്ളവരാൽ എന്ന് വെച്ചാൽ ഞങ്ങളാൽ, ഞങ്ങളെപ്പോലെയുള്ള മഹർഷിമാരാൽ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് പറയുന്നത് കിംസ്വിത്, അതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ നിഷ്കളങ്കമായിട്ടാണ് അവർ ഭഗവാനോട് ചോദിക്കുന്നത്. അതായത് ഞങ്ങളെപ്പോലെയുള്ള യോഗികൾ, ജീവൻ മുക്തന്മാരായ ഭൗതികമായ ആസക്തികളിൽ നിന്നും നിവൃത്തരായിട്ടുള്ള യോഗികൾ അങ്ങയുടെ അനുഗ്രഹത്താലാണ് ഈ സംസാര സാഗരത്തെ നിഷ്പ്രയാസം മറികടക്കുന്നത്. അങ്ങനെ ഞങ്ങളെ മറികടത്തുന്ന അങ്ങ് പറയുന്നു ഞങ്ങളാലാണ് അങ്ങ് അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന്. കിംസിത്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇനിയും ഭഗവാനെ ഇത് പറയാണ്. ഇനി വരുന്നത് 20ഉം 21. അത് 2 ശ്ലോകങ്ങളും ഒരുമിച്ച് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാവും കേട്ടോ. അപ്പോൾ അത് ഒരുമിച്ച് കേൾക്കാം. യം വൈ വിഭൂതി ഉഭയാദി അനുവേലം അന്യഃ അർത്ഥ അർത്തിഭിഃ സ്വശിരസാധൃത പാദരേണുഃ ധന്യ അർപ്പിത അംഘ്രി തുളസി നവദാമദാംനഃ ലോകം മധുവ്രത പദേ ഇവ കാമയാനഃ. ഇനി ശ്ലോകം 21. യഹതാം വിവിക്തചരിതൈഃ അനുവർത്തമാനാം ന അത്യാദ്രിയത് പരമഭാഗവത പ്രസംഗഃ സത്വം ദ്വിജ അനുപദ പുണ്യരജഃ പുനീതഃ ശ്രീവത്സലക്ഷ്മ കിം അഗഃ ഭഗഭാജനത്വം. യം വൈ വിഭൂതി ഉഭയാദി അനുവേലമന്യ അർത്ഥ അർത്തിഭിഃ സ്വശിരസാ ധൃതപാദരേണുഃ ധന്യാർപ്പിതാംഘ്രി തുളസീ നവദാമദാംനഃ ലോകം മധുവ്രതപദേ ഇവ കാമയാനഃ യഹ താം വിവിക്തചരിതൈഃ അനുവർത്തമാനാം ന അത്യാദ്രിയത് പരമഭാഗവത പ്രസംഗഃ സത്വം ദ്വിജ അനുപദ പുണ്യരജഃ പുനീതഃ ശ്രീവത്സലക്ഷ്മ കിം അഗഃ ഭഗഭാജനഃ ത്വം. അതായത് ഇവിടെ പറയുന്നത് യം വൈ എന്ന് വെച്ചാൽ ആ ഭഗവാന്റെ വിഭൂതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഐശ്വര്യം. ഭഗവാന്റെ ഐശ്വര്യം എന്താ? ഐശ്വര്യ ദേവത ആരാ? ലക്ഷ്മി ദേവി അല്ലേ? അപ്പോൾ ആ ഭഗവാന്റെ വിഭൂതി ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവി അനുവേലം എന്ന് വെച്ചാൽ സദാ എല്ലായ്പ്പോഴും ഉഭയാദി ഭഗവാനോട് ചേർന്നിരിക്കാൻ, എന്ന് വെച്ചാൽ അടുത്ത് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നവളാണ് ആ ലക്ഷ്മി ദേവി. അന്യേഹി എന്ന് വെച്ചാൽ മറ്റുള്ളവരാൽ, അർത്തിഭിഹി എന്ന് വെച്ചാൽ ഭൗതികമായ സുഖങ്ങൾ അർത്തിഭിഹി ആഗ്രഹിക്കുന്ന ലോകജനങ്ങളാൽ സ്വശിരസ അവരുടെ ശിരസുകളാൽ ധൃതപാദരേണോ ദേവിയുടെ പാദങ്ങളെ നമസ്കരിക്കുമ്പോൾ അതിലെ പൊടിപടലങ്ങൾ അവരുടെ ശിരസിൽ വഹിക്കുന്നു എന്ന് വെച്ചാൽ അർത്ഥം ദേവിയുടെ പാദപൂജ ചെയ്യുന്ന ഭൗതികമായ ഐശ്വര്യങ്ങൾക്കും സുഖസമൃദ്ധികൾക്കും ധനവുമൊക്കെ മറ്റും ലഭിക്കാനും വേണ്ടി അതിനോട് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ദേവിയെ, ലക്ഷ്മി ദേവി അവരോടൊപ്പം ഇരിക്കാൻ വേണ്ടി ദേവിയെ പൂജിക്കുന്നവരുണ്ട്. അവരെയാണ് പറയുന്നത് അന്യേഹി. അങ്ങനെയുള്ള ജനങ്ങൾ ദേവിയെ എത്ര പൂജിച്ചാലും പക്ഷേ ദേവി ആഗ്രഹിക്കുന്നത് സദാ ഭഗവാനോട് കൂടെ ഇരിക്കാനാണ്. ദേവിയുടെ പാദപൂജ ചെയ്യുന്ന ഭക്തന്മാരുടെ കൂടെ ഇരിക്കാനല്ല, എപ്പോഴും ഭഗവാനോട് ചേർന്നിരിക്കാനാണ് ലക്ഷ്മി ദേവി ആഗ്രഹിക്കുന്നത്. എന്നിട്ട് പറയാണ് ധന്യ എന്ന് വെച്ചാൽ ഭക്തന്മാർ. അർപ്പിത അംഘ്രി തുളസി നവ ഭഗവാന്റെ ഭക്തന്മാർ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പിക്കുന്ന തുളസീദളങ്ങളും പിന്നെ ആ ദാംനഹ പുഷ്പങ്ങളും, അതിൻ്റെയൊക്കെ ദാംനഹ എന്ന് വെച്ചാൽ ആ സ്ഥലം, അതാണ് ലോകം. ആരുടെ ലോകം? മധുവ്രതപദേ വണ്ടുകളുടെ രാജാവ്. അതാണ് മധുവ്രതപദേ വണ്ടുകളുടെ രാജാവിൻ്റെ ലോകം എന്ന് പറയുന്നത്. ആ സ്ഥലം എന്ന് പറയുന്നത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഭക്തർ അർപ്പിക്കുന്ന പുഷ്പഹാരങ്ങൾ, അതുപോലെ തുളസീദളങ്ങൾ, അതിലെ നറുമണം തേനും നുകരാനായിട്ട് വണ്ടുകൾ എപ്പോഴും ഭഗവാന്റെ പാദങ്ങളോട് ചേർന്ന് നിൽക്കാറുണ്ട്. അതാണ് അപ്പോൾ അവരുടെ ലോകം. ആ ലോകമാണ് കാമയാനഹ, ലക്ഷ്മി ദേവി കാമിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ആ ലോകം തനിക്ക് കിട്ടണം എന്നാണ് ലക്ഷ്മി ദേവി ആഗ്രഹിക്കുന്നത്. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പം അത്രമാത്രം ഭഗവാൻ വിരക്തനാ, പക്ഷേ ഭഗവാനോട് ചേർന്നിട്ടാണ് എപ്പോഴും ലക്ഷ്മി ദേവി ഇരിക്കുക. അപ്പോൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കിട്ടണമെങ്കിൽ ലക്ഷ്മി ദേവിയുടെ പാദപൂജയല്ല, ഭഗവാൻ എവിടെ ഇരിക്കുന്നു അവിടെയാണ് ലക്ഷ്മി ദേവി ഉണ്ടാവുക. ഭഗവാനോട് എപ്പോഴും ചേർന്നിരിക്കാനാണ് ലക്ഷ്മി ദേവി ആഗ്രഹിക്കുന്നത്. ലക്ഷ്മി ദേവിയുടെ പാദപൂജ ചെയ്ത് ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുന്നവരുടെ കൂടെ പോലും ദേവി സദാ ഇരിക്കില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ ഭക്തന്മാർ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ
അർപ്പിക്കുന്ന തുളസീദളങ്ങൾ, പുഷ്പഹാരങ്ങൾ, അതിൻ്റെയൊക്കെ തേൻ നുകരാനും മണം ആസ്വദിക്കാനും വണ്ടുകൾ സദാ ആ പാദങ്ങളോട് ചേർന്നിരിക്കുന്ന പോലെ അവരുടെ ലോകം ആ പാദമാണ്. അതേപോലെ ആ സ്ഥാനമാണ്, ആ ലോകമാണ് ലക്ഷ്മി ദേവി ആഗ്രഹിക്കുന്നത്, എപ്പോഴും ഭഗവാന്റെ പാദപൂജ ചെയ്ത് ഇരിക്കാൻ. അങ്ങനെ ആഗ്രഹിക്കുന്ന ലക്ഷ്മി ദേവിയെ പോലും യഹാത്താം, ആ ലക്ഷ്മി ദേവിയെ പോലും വിവിക്ത ചരിതേഹി അനുവർത്തമാനം, ഭഗവാന്റെ പാദം ആ ഭക്തിയോട്, പൂർണ്ണ ഭക്തിയോടുകൂടി സേവിക്കുന്ന, ആ ഭഗവാന്റെ പാദപൂജ ചെയ്യുന്നതിൽ അത്രമാത്രം ആഴത്തിൽ ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് അത് അത്രമാത്രം ഭക്തിയോടെ ചെയ്യുന്ന ആ ലക്ഷ്മി ദേവിയെ പോലും ന അത്യാദ്രിയത്, ഭഗവാൻ അത്ര അങ്ങോട്ട് അടുപ്പിക്കില്ല എന്ന്, അല്ലെങ്കിൽ ഭഗവാൻ മനസ്സുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് അടുക്കുന്നില്ല എന്ന് ആ ലക്ഷ്മി ദേവിയോട് പോലും. എന്നിട്ട് ആരോടാണ് അടുക്കുന്നത്? പരമഭാഗവത പ്രസംഗ. ആരാണോ ഭഗവാന്റെ പാദങ്ങളിൽ പൂർണ്ണ ശരണാഗതി അടഞ്ഞ പരമഭാഗവതന്മാർ, അവരോടാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ അടുപ്പം. സദാ ഭഗവാന്റെ പാതാരവിന്ദങ്ങളോട് ചേർന്നിരുന്ന് പൂജിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്മി ദേവിയോട് പോലും ഭഗവാൻ ഇത്ര അടുപ്പം. അതാണ് അവിടെ എന്നാ അത്യാദ്രിയത് എന്ന് പറയുന്നത്, ഇല്ല എന്ന്, അത്ര അടുപ്പം ഉണ്ടായിരുന്നില്ല. മറിച്ച് ഭഗവാന്റെ പാദപൂജ ചെയ്യുന്ന ഈ പരമഭാഗവതന്മാരായ മഹാമുനിമാരായിട്ടുള്ള ഈ ബ്രഹ്മജ്ഞാനികളോടാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ അടുപ്പം. എന്നിട്ട് പറയാണ് സഹത്വം, അങ്ങനെയുള്ള ഭഗവാൻ ദ്വിജ അനുപത പുണ്യരജഹ പുനീതഹ, ആ ദ്വിജന്മാർ എന്ന് വെച്ചാൽ ആ ബ്രാഹ്മണരുടെ, ആ ബ്രഹ്മജ്ഞാനികളുടെ പരിശുദ്ധമായ പാദങ്ങളിൽ വീണിരിക്കുന്ന രേണു, ആ പാദങ്ങളെ നമസ്കരിക്കുമ്പോൾ ആ പാദങ്ങളിൽ വീണ രേണു, ആ പൊടി ഭഗവാന്റെ ശിരസിൽ പതിയുമ്പോൾ പുനീതഹ, പരിശുദ്ധമാകുന്നു എന്നും. ശ്രീവത്സ ലക്ഷ്മ, ശ്രീവത്സം എന്താണെന്നറിയാലോ? ഭൃഗു മഹർഷി വൈകുണ്ഠത്തിലേക്ക് ചെന്ന് കയറിയപ്പോൾ മഹർഷിയെ വന്നു എന്നറിയാതെ യോഗനിദ്രയിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു മഹാവിഷ്ണു. അപ്പോൾ താൻ കയറി വന്നപ്പോൾ തന്നോട് ആദരവ് കാണിക്കാതെ ഇരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ടപ്പോൾ ഭൃഗു മഹർഷി ചവിട്ടിയ പാടാണ് മാറിൽ മറുകായിട്ട്, ശ്രീവത്സം എന്ന മറുകായിട്ട് അതൊരു അലങ്കാരമായിട്ട് ഭഗവാൻ കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ചവിട്ടിയപ്പോൾ അതൊരു മറുകായിട്ട്, ഒരു അലങ്കാരമായിട്ട് മാറിൽ ശ്രീവത്സം എന്ന മറുകായി ഭഗവാൻ കൊണ്ട് നടക്കുന്നു. അതൊരു നാണക്കേടായിട്ടോ അല്ലെങ്കിൽ അത് ചെയ്ത മഹർഷിയോട് ഒരു ദേഷ്യമോ പോലും ഭഗവാന് തോന്നിയില്ല. ഇത് ലോകം കാണണം, ഇതൊരു അലങ്കാരമായിട്ട് ലോകം കാണണം. ബ്രഹ്മജ്ഞന്മാരെ അവഗണിച്ചതിൻ്റെ പാടായിട്ട് ഇതൊരു എന്താ പറയുക, ഇതൊരു മറുകായിട്ട് ഈ ലോകം അറിയാൻ വേണ്ടി ഭഗവാൻ അതൊരു അലങ്കാരമായി മാറിൽ കൊണ്ട് നടന്നു എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തതും അതുപോലെയുള്ള ബ്രഹ്മജ്ഞാനികളുടെ പാദങ്ങളിൽ നമസ്കരിക്കുകയും ഒക്കെ അതിലൂടെ പരിശുദ്ധമാകുന്നു എന്നൊക്കെ ഭഗവാൻ പറയുന്നില്ലേ ത്വം. പക്ഷേ ഭഗവാൻ ഭഗഭാജന എന്ന് വെച്ചാൽ, ഭഗം എന്ന് വെച്ചാൽ അറിയാലോ, 6 ഗുണങ്ങളാണ് ഭഗം എന്ന് പറയുന്നത്. എന്താ? അളവില്ലാത്ത ഐശ്വര്യം, അളവില്ലാത്ത ശ്രീ, അളവില്ലാത്ത യശസ്, അളവില്ലാത്ത കീർത്തി, അളവില്ലാത്ത ജ്ഞാനം, അളവില്ലാത്ത വിരക്തി, ഈ വൈരാഗ്യം, ഇവയൊക്കെ ചേർന്നതാണ് ഭഗം എന്ന് പറയുന്നത്. ആ ഭഗത്തിൻ്റെ ഭഗവാചന, അത്രയും 6 ഗുണങ്ങളോട് കൂടിയ, 6 തരത്തിലുള്ള ഗുണങ്ങളോട് കൂടിയ ഭരണി, സംഭരണി, വാചനം എന്ന് വെച്ചാൽ സംഭരണി, ആ ഭഗത്തിൻ്റെ സംഭരണിയാണെന്ന്. 6 ഗുണങ്ങളുടെയും സംഭരണിയായിട്ടുള്ള ആ ഭഗവാൻ പറയുന്നു. ശ്രീവത്സം എന്ന ആ മറുക ഒരു മഹാബ്രാഹ്മണ മുനിയായ ബ്രഹ്മജ്ഞനായ ഭൃഗു മഹർഷിയുടെ ചവിട്ടേറ്റ ശ്രീവത്സം എന്ന മറുക അലങ്കാരമാക്കി വെക്കുന്നു. ഈ 6 ഗുണങ്ങളോടും കൂടിയ ഗുണത്തിൻ്റെ സംഭരണിയായ ഭഗവാനാണ് അത് ചെയ്യുന്നത്. അതുപോലെ ബ്രാഹ്മണരുടെ പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ ഞാൻ പരിശുദ്ധമാകുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ കിം അഗാഹ, അർത്ഥം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഭഗവാനെ. ഇതാണ് സനകാദികൾ ചോദിക്കുന്നത് അല്ലേ. എന്ത് രസമായിട്ടാണ് ആ 2 ശ്ലോകങ്ങൾ പറഞ്ഞത്. ആദ്യം ലക്ഷ്മി ദേവിയെ പറയുക, ഭഗവാനോട് ചേർന്നിരിക്കുന്നു. ഇത്രയധികം ദേവിയെ പൂജിച്ച് പ്രാർത്ഥിച്ചാൽ പോലും ആ ഭക്തരുടെ കൂടെ ഇരിക്കാതെ ഭഗവാനോട് ചേർന്നിരിക്കുന്നു. ഭക്തർ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്ന പുഷ്പദളങ്ങളുടെ നറുമണം നുകരാൻ എന്നും വന്നിരിക്കുന്ന വണ്ടുകളുടെ ലോകം ഭഗവാന്റെ പാദമാണ്. ആ സ്ഥാനം, ആ ലോകം തനിക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷ്മി ദേവി സദാ ഭഗവാന്റെ പാദപൂജ ചെയ്തിരുന്നാലും ഭഗവാന് ലക്ഷ്മി ദേവിയോട് ഇത്രയ്ക്ക് അടുപ്പമുണ്ടായിരുന്നില്ല. അതിലേറെ അടുപ്പമായിരുന്നു പരമഭാഗവതന്മാരായ ബ്രഹ്മജ്ഞന്മാരോട് ഭഗവാനുണ്ടായിരുന്നത്. 6 ഭഗമാകുന്ന 6 ഗുണങ്ങളുടെയും സംഭരണിയായ ഭഗവാൻ എന്നിട്ട് പറയുന്നത്, ഭൃഗു മഹർഷി നൽകിയ ആ ചവിട്ട് അത് മറുകായി, ശ്രീവത്സം എന്ന മറുകായി അലങ്കാരത്തോടു കൂടി കൊണ്ട് നടന്ന്
ആ ബ്രഹ്മജ്ഞന്മാരായ ബ്രാഹ്മണന്മാരുടെ പാദങ്ങളെ പൂജിക്കുന്നതിലൂടെയാണ് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നത് എന്നൊക്കെ ഭഗവാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഭഗവാനെ എന്ന് സനകാദികൾ ചോദിക്കാൻ. ഭഗവാൻ ഇത്രയും പുകഴ്ത്തിയില്ലേ, അപ്പം അതിനുള്ള യോഗ്യത എന്താണെന്ന് മനസ്സിലാവാതെയാണ് അവർ ആ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ശ്ലോകം 22. ധർമ്മസ്യധേ ഭഗവതഃ ത്രിയുഗ ത്രിഭിഃ സ്വൈ പദ്ഭി ചരാചരം ഇദം ദ്വിജദേവതാർത്ഥം നൂനം ഭൃതം തദ് അഭിഘാതി രജഃ തമഃ ച സത്വേന നഃ വരദയാ തനുവാ നിരസ്യ. ധർമ്മസ്യ തേ ഭഗവത ത്രിയുഗ ത്രിഭിഃ സ്വൈഃ പദ്ഭി ചരാചരം ഇദം ദ്വിജദേവതാർത്ഥം നൂനം ഭൃതം തദ് അഭിഘാതി രജഃ തമഃ ച സത്വേന നഃ വരദയാ തനുവാ നിരസ്യ. ധർമ്മസ്യ തേ ഭഗവതയാ, ഭഗവത അല്ലയോ ഭഗവാനെ, അങ്ങത്തെ അങ്ങയുടെ ധർമ്മസ്യ, അങ്ങ് ധർമ്മസ്യ എന്ന് വെച്ചാൽ ധർമ്മത്തിൻ്റെ മൂർത്തിയാണ്. അതായത് നമ്മൾ കേട്ടിട്ടില്ലേ ഭാഗവതത്തിലെ ധർമ്മദേവനെ കുറിച്ച്, പരീക്ഷത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഭൂമിദേവിയെയും ധർമ്മദേവനെയും കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പം അങ്ങ് തന്നെയാണ് ആ ധർമ്മദേവൻ, ധർമ്മത്തിൻ്റെ മൂർത്തിയായിട്ടുള്ള ധർമ്മദേവൻ അങ്ങ് തന്നെയാണ്. എന്നിട്ട് പറയാണ് ത്രിയുഗ, 3 യുഗങ്ങളിലും, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, ഈ 3 യുഗങ്ങളിലും അങ്ങ് പ്രത്യക്ഷ രൂപത്തിൽ അവതരിച്ചവനാണ്. മനസ്സിലായല്ലോ. പക്ഷെ കലിയുഗത്തിൽ ഭഗവാൻ പ്രത്യക്ഷ രൂപത്തിൽ അവതരിച്ചിട്ടില്ല. ബാക്കി 3 യുഗങ്ങളിലും അങ്ങ് പ്രത്യക്ഷ രൂപത്തിൽ അവതരിച്ചവനുമായ അങ്ങ് ധർമ്മദേവൻ അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ മൂർത്തിയായ ധർമ്മദേവനായ അങ്ങ് സ്വൈ, അങ്ങയുടെ സ്വന്തം ത്രിഭി പദ്ഭി, 3 പാദങ്ങൾ, ത്രിഭി 3, പദ്ഭി എന്ന് വെച്ചാൽ 3 പാദങ്ങൾ. ഏതൊക്കെയായിരിക്കും? സത്യം, പരിശുദ്ധി, ദയ. സത്യം, ശുദ്ധി, ദയ, അങ്ങനെയുള്ള 3 പാദങ്ങൾ കൊണ്ട് ചരാചരം ഇതം, ചരവും അചരവുമായ സകല ജീവസത്തകളും ചേർന്ന ഇതം, ഈ പ്രപഞ്ചത്തെയും, ദ്വിജ ബ്രാഹ്മണരെയും, ദേവാർത്ഥം ദേവന്മാരെയും ഒക്കെ നൂനം ഭൃതം തീർച്ചയായും അങ്ങ് സംരക്ഷിക്കുന്നു. ധർമ്മത്തിൻ്റെ മൂർത്തിയായി ധർമ്മദേവനായി ഇരിക്കുന്ന അങ്ങ് സത്യത്രേത ദ്വാപര യുഗങ്ങളിലൊക്കെ പ്രത്യക്ഷ രൂപത്തിൽ അവതരിച്ച്, ശരീരരൂപത്തിൽ അവതരിച്ചിട്ട് ഈ ലോകത്തിലുള്ള സകല ചരാചരങ്ങളെയും, അതുപോലെ ബ്രാഹ്മണരെയും, അതുപോലെ സകല ദേവന്മാരെയും ഒക്കെ തീർച്ചയായും അങ്ങ് ധർമ്മത്തിൻ്റെ ആ 3 പാദങ്ങൾ കൊണ്ട്, സത്യം, ശുദ്ധി, ദയ, ആ 3 പാദങ്ങൾ കൊണ്ട് അങ്ങ് ധർമ്മദേവനായി നിന്നുകൊണ്ട് സകലരെയും, പ്രപഞ്ചത്തെയും, ചരാചരങ്ങളെയും, ബ്രാഹ്മണരെയും ഒക്കെ അങ്ങ് സംരക്ഷിച്ചു. അത് തീർച്ചയായും സംരക്ഷിക്കുന്നു. എന്നിട്ട് പറയാണ് തത് അഭിഘാതി, ആരാണോ ഈ ധർമ്മത്തിൻ്റെ പാദങ്ങൾക്ക് ക്ഷതമേൽപ്പിക്കുന്നത്, അതാണ് തത്, അതിന് അഭിഘാതി, ക്ഷതം, അത് നശിപ്പിക്കാൻ നോക്കുന്ന രജഃ തമഃ, രജോ ഗുണത്തെയും തമോ ഗുണത്തെയും നിരസ്യ, അങ്ങ് ഇല്ലാതാക്കി കളയുന്നു. ആ ധർമ്മത്തിൻ്റെ പാദങ്ങളെ ക്ഷതമേൽപ്പിക്കുന്ന രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ഇല്ലാതാക്കി കളഞ്ഞ് നഹ, ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ, വരദയ, അങ്ങയുടെ അനുഗ്രഹത്താൽ, തനുവ, ഞങ്ങളുടെ ശരീരത്തിൽ, ഞങ്ങളുടെ ഉള്ളിൽ, സത്വേന, സത്വഗുണത്തെ നിറയ്ക്കുന്നതും അങ്ങാണല്ലോ. അങ്ങനെയുള്ള അങ്ങ് ഞങ്ങളാൽ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് പറയുന്നത് എന്തർത്ഥമാണുള്ളത്? അപ്പോൾ ധർമ്മത്തിൻ്റെ ദേവനായ ധർമ്മമൂർത്തിയായ ഭഗവാനെ അങ്ങ് 3 യുഗങ്ങളിലും പ്രത്യക്ഷ രൂപത്തിൽ ഈ ഭൂമിയിൽ അവതരിച്ചു. എന്നിട്ട് അങ്ങയുടെ സ്വന്തം 3 പാദങ്ങളാകുന്ന സത്യം, ദയ, പരിശുദ്ധി, ഈ ശുദ്ധി, ഈ 3 പാദങ്ങൾ കൊണ്ട് സർവചരാചരങ്ങളെയും, ഈ പ്രപഞ്ചത്തെയും, ദേവന്മാരെയും, ബ്രാഹ്മണരെയും ഒക്കെ സംരക്ഷിക്കുന്നു. ആരാണോ ഈ ധർമ്മത്തിൻ്റെ പാദങ്ങൾക്ക് ക്ഷതം ഏൽപ്പിക്കാൻ വരുന്നത്, അവരുടെ രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ഒക്കെ നശിപ്പിച്ച് അങ്ങ് അനുഗ്രഹിച്ചുകൊണ്ട് അവരുടെ ഉള്ളിൽ സത്വഗുണത്തെയും, ഞങ്ങളിലൊക്കെ ആ സത്വഗുണത്തെ ഉണർത്തുന്നതും വളർത്തുന്നതും അങ്ങ് തന്നെയാണല്ലോ എന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി ശ്ലോകം 23. നത്വം ദ്വിജോത്തമകുലം യദ് ഇഹ ആത്മഗോപം ഗോപ്താ വൃഷ സ്വർഹണേന സസൂനൃദേന തർഹി ഏവ നങ്ഷ്യതി ശിവ തവ ദേവപന്ഥ ലോകഃ അഗ്രഹീഷ്യത് ഋഷഭസ്യ ഹി തത് പ്രമാണം. നത്വം ദ്വിജോത്തമകുലം യദ് ഇഹ ആത്മഗോപം ഗോപ്താ വൃഷഃ സ്വർഹണേന സസൂനൃദേന തർഹി ഏവ നങ്ഷ്യതി ശിവഃ തവ ദേവപന്ഥ ലോകഃ അനുഗ്രഹീഷ്യത് ഋഷഭസ്യ ഹി തത് പ്രമാണം. അതായത്
സനകാദി മഹർഷിമാർക്ക് മനസ്സിലാവുകയാണ് എന്തുകൊണ്ടാണ് ഭഗവാൻ ഈ ബ്രഹ്മജ്ഞന്മാരെ സംരക്ഷിക്കുന്നത് എന്ന്. അവർക്ക് അവരുടെ യോഗശക്തിയാൽ മനസ്സിലായപ്പോൾ അവർ തന്നെ ഭഗവാന്റെ ഉള്ളിൽ ഇത് തന്നെ ആയിരിക്കുമെന്ന് അങ്ങോട്ട് പറയുകയാണ് കേട്ടോ. അതാണ് ശ്ലോകം 23. അതായത് ഭഗവാൻ എന്തുകൊണ്ടാണ് ഈ ബ്രഹ്മജ്ഞന്മാരെ മഹർഷിമാരെ ഇത്രമാത്രം മഹത്വം, അവരുടെ മഹത്വത്തെ വിളിച്ചു പറഞ്ഞതിൻ്റെ കാരണം അതെന്തുകൊണ്ടാണെന്ന് സ്വന്തം എന്താ പറയുക യോഗശക്തിയാൽ സ്വയം മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ സനകാദി മഹർഷിമാർ അത് ഭഗവാനോട് പറയാൻ കേട്ടോ. ത്വം ഭഗവാനെ അങ്ങ് ദ്വിജോത്തമ കുലം, അതായത് ഉത്തമ കുലമായ ബ്രഹ്മജ്ഞന്മാരുടെ ആ ബ്രാഹ്മണ കുലത്തിലുള്ള യതിഹ അവരെ ബ്രഹ്മജ്ഞന്മാരെ ആത്മഗോപം എന്ന് വെച്ചാൽ ഭഗവാനാൽ സംരക്ഷിക്കപ്പെടാൻ അർഹതയുള്ളവരാണ് ആ ബ്രഹ്മജ്ഞന്മാർ. അവരെ ആത്മഗോപം ഭഗവാനാൽ സംരക്ഷിക്കപ്പെടാൻ അർഹതയുള്ള ആ ബ്രഹ്മജ്ഞന്മാരെ ഭഗവാനെ അങ്ങ് സ്വർഹണേന എന്ന് വെച്ചാൽ ആരാധിക്കുകയും സസൂനൃതേന എന്ന് വെച്ചാൽ മധുരമായ വാക്കുകൾ കൊണ്ടും ന ഗോപ്ത എന്ന് വെച്ചാൽ സംരക്ഷിച്ചില്ല എങ്കിൽ തർഹി ഏവ തീർച്ചയായും നങ്ഷ്യതി എന്ന് വെച്ചാൽ നശിച്ചു പോകുന്ന എന്ത് ശിവ മംഗളകരമായ തവ അങ്ങയുടെ ദേവ അല്ലയോ ദേവ അങ്ങയുടെ പന്ത അങ്ങയുടെ മാർഗം എന്ന്. അതായത് ഈ ബ്രഹ്മജ്ഞന്മാരായ മഹർഷിമാരാണ് ഭഗവാനെ ആ ഭഗവാനിലേക്കുള്ള ജ്ഞാനമാർഗത്തെ കാണിച്ചു കൊടുക്കുന്നത് ഭക്തർക്ക്. അപ്പോൾ അപ്പോൾ ഭഗവാനാൽ സംരക്ഷിക്കപ്പെടാൻ അർഹതയുള്ളവരാണ് അവരെ ഭഗവാൻ സംരക്ഷിച്ചില്ലെങ്കിൽ, മധുരമുള്ള വാക്കുകളാലും ആരാധനയാലും ഭഗവാൻ അവരെ സംരക്ഷിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? മംഗളകരമായ ആ ഭഗവാൻ തുറന്നു വെച്ച ഒരു മാർഗമുണ്ടല്ലോ, ഒരു വഴി, ഭഗവാന്റെ ആ ശരിയായ ഭഗവത് തത്വമാകുന്ന ആ ജ്ഞാനമാർഗം, ആ മാർഗം മംഗളകരമായ ആ മാർഗം നശിച്ചു പോകും. കാരണം അത് തുറന്നു കൊടുക്കാൻ പിന്നെ ഈ ബ്രഹ്മജ്ഞന്മാരുണ്ടാവില്ല അത് പറയാനായിട്ട്. അപ്പോൾ അത് നശിച്ചു പോകും. അപ്പോൾ എന്താ സംഭവിക്കുക? തത് പ്രമാണം ഭഗവാനെ അങ്ങയുടെ പ്രമാണം, അങ്ങയെക്കുറിച്ചുള്ള യഥാർത്ഥ തത്വം ലോകഹ ഈ ലോകത്തിലെ ജനങ്ങൾ അഗ്രഹീഷ്യത് സ്വീകരിക്കുന്നത് ഈ ബ്രഹ്മജ്ഞന്മാരിലൂടെയാണ്. ഋഷഭസ്യ ഭഗവാനെ എന്ന് വെച്ചാൽ ഭഗവാനെയാണ് വിളിക്കുന്നത്. ഭഗവാന്റെ ആ തത്വത്തെ ഈ ലോകജനങ്ങൾ മനസ്സിലാക്കുന്നത് സ്വീകരിക്കുന്നത് ഈ ബ്രഹ്മജ്ഞന്മാരിലൂടെയാണ്. അതുകൊണ്ട് അവർ അങ്ങയാൽ സംരക്ഷിക്കപ്പെടാൻ അർഹതയുള്ളവരാണ്. അങ്ങ് അവരെ സംരക്ഷിച്ചില്ലെങ്കിൽ, ധർമ്മത്തിൻ്റെ മൂർത്തിയായ അങ്ങ് അവരെ സംരക്ഷിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവരിലൂടെ ഈ ലോകത്ത് പ്രചരിക്കപ്പെടേണ്ട ആ മംഗളകരമായ വഴി, അങ്ങ് തുറന്നു തരുന്ന അങ്ങയിലേക്കുള്ള ആ അങ്ങയുടെ ജ്ഞാനമാർഗം, അത് പിന്നെ തുറന്നു കൊടുക്കാൻ ബ്രഹ്മജ്ഞന്മാരില്ലാത്ത അവസ്ഥ വന്നാൽ ആ മാർഗം നശിച്ചു പോകും. അത് ലോകത്തിലെ ജനങ്ങൾക്ക് അത് കിട്ടുന്നത് അവരിലൂടെയാണ്. അതുകൊണ്ട് തീർച്ചയായും ബ്രഹ്മജ്ഞന്മാർ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് എന്നതുകൊണ്ടാണ് അങ്ങ് ഈ ബ്രഹ്മജ്ഞന്മാരുടെ മഹത്വം ഇത്രമാത്രം ഉയർത്തി പറഞ്ഞത്, ഞങ്ങളുടെ മഹത്വം ഇത്രമാത്രം ഉയർത്തി പറഞ്ഞത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നു എന്ന് സനകാദികൾ പറയാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ പിന്നെ തോന്നി തുടങ്ങി, ഇതുകൊണ്ടായിരിക്കും ഭഗവാൻ നമ്മളുടെ മഹത്വം ഇത്ര ലോകത്തെ അറിയിക്കുന്ന രീതിയിൽ ഇത്രമാത്രം ഉയർത്തി പറഞ്ഞത് എന്ന് സനാദികൾക്ക് തോന്നുകയാണ്. കാരണം ആ ബ്രഹ്മജ്ഞന്മാർ ഇരുന്നാലേ, സംരക്ഷിക്കപ്പെട്ടാലേ ലോകത്തെ മറ്റു ജനങ്ങളിലേക്ക് ഈ ജ്ഞാനം പകർന്നു കൊടുക്കാൻ, ഭഗവാന്റെ ജ്ഞാനം, ഭഗവാന്റെ ആ മാർഗം, ആ ജ്ഞാനമാർഗം പകർന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അവർ സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ അത് നശിച്ചു പോകും. അതുകൊണ്ടാണ് ഭഗവാൻ എപ്പോഴും അവരെ സംരക്ഷിക്കുന്നത്, അവരെ ആദരിക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കിയ കാര്യം സനകാദികൾ പറയുകയാണ് കേട്ടോ. ഇനി ശ്ലോകം 24. തത് തേ അനഭിഷ്ടം ഇവ സത്വനിധേ വിദിത്സോ ക്ഷേമം ജനായ നിജശക്തിഭി ഉദ്ധൃത അരേ ന ഏതാവത അധിപതേ ഭദ വിശ്വഭർത്തോ തേജാക്ഷതം തു അവനദസ്യ സഹതേ വിനോദഃ. തത് തേ അനഭിഷ്ടം ഇവ സത്വനിധേഹി വിദിത്സോ ക്ഷേമം ജനായ നിജശക്തിഭി ഉദ്ധൃത അരേ ന ഏതാവത ത്ര്യധിപതേ ഭദ വിശ്വഭർത്തു തേജഃ ക്ഷതം തു അവനദസ്യ സദേ വിനോദഃ. തത് എന്ന് വെച്ചാൽ ആ ഭഗവാൻ തുറന്നു തന്ന ആ മാർഗത്തെ നശിപ്പിക്കാൻ
തേ ഭഗവാനെ അങ്ങ് അനഭിഷ്ടം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്ന്. ഭഗവാനിലേക്കുള്ള ആ ഭഗവാന്റെ മാർഗമായ അജ്ഞാന മാർഗം നശിപ്പിക്കാൻ ഭഗവാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുമാത്രമല്ല സത്വനിധേ വിദിത്സോ, അതായത് സത്വനിധേ സത്വഗുണത്തിൻ്റെ സത്വഗുണികളായിട്ടുള്ള ജനങ്ങളെ ക്ഷേമം, അവരെ സംരക്ഷിക്കുക, അവരുടെ ക്ഷേമം നിലനിർത്തുക. നിജശക്തി സ്വന്തം ശക്തിയാൽ ഉദ്രുത അരേ എന്ന് വെച്ചാൽ ശത്രുക്കളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഭഗവാനെ അങ്ങ്. അപ്പോൾ ഭഗവാനിലേക്കുള്ള ആ ജ്ഞാനമാർഗം, ഭഗവാന്റെ മാർഗം ഇല്ലാതാകാൻ, നശിച്ചു പോകാൻ, അതിനൊരു വിനാശം സംഭവിക്കാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല. അതുമാത്രമല്ല അതറിയാൻ ആഗ്രഹിക്കുന്ന സത്വഗുണികളുടെ ക്ഷേമം, അത് സ്വന്തം ശക്തിയാൽ അവരുടെ സുഖം, അവരുടെ ക്ഷേമത്തിനെ ആഗ്രഹിക്കുകയും അരേന്ന് വെച്ചാൽ ശത്രുക്കളെ ഉദ്രതാന്ന് വെച്ചാൽ ഇല്ലാതാക്കുകയും അവരുടെ ഉള്ളിലെ അഹങ്കാരത്തെ ശമിപ്പിക്കുകയും ചെയ്യുന്ന ഭഗവാനെ അങ്ങ് ഏതാവതാ എന്ന് വെച്ചാൽ അങ്ങിപ്പോൾ ചെയ്തില്ലേ, ഞങ്ങളെ ആദരിക്കുക, ബ്രഹ്മജ്ഞന്മാരെ ബ്രാഹ്മണരെ ആദരിക്കുക എന്ന കർമ്മം, ആ കർമ്മം ഞങ്ങളെ ആദരിക്കുക എന്ന കർമ്മത്തിലൂടെ ത്രിയധിപതേ ത്രിലോകങ്ങളുടെ അധിപതിയും ത്രിഗുണങ്ങളുടെ അധിപതിയുമായ ഭഗവാനും വിശ്വഭർത്തു വിശ്വത്തിൻ്റെ പരിപാലകന് സംരക്ഷകനുമായ ഭഗവാനെ അങ്ങയുടെ അങ്ങയുടെ തേജസ് ന ക്ഷതം, അതിന് ഒരു ക്ഷതവും സംഭവിക്കുന്നില്ല, ഒരു കുറവും വരുന്നില്ല എന്നുള്ള. അങ്ങ് ഇതുപോലെ ബ്രഹ്മജ്ഞന്മാരായ ഞങ്ങളെ ആദരിച്ചതിലൂടെ, നിങ്ങളിലൂടെയാണ് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നതൊക്കെ എന്ന് അനുഗ്രഹിക്കപ്പെടുന്നതൊക്കെ വിളിച്ചു പറയുന്നതിലൂടെ ഈ ത്രിലോകങ്ങളുടെയും ത്രിഗുണങ്ങളുടെയും ഒക്കെ അധിപതിയായ വിശ്വത്തിൻ്റെ സംരക്ഷകനായ അങ്ങയുടെ തേജസ് ഒരിക്കലും കുറയുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ തു അവനതസ്യ, ഈ ബ്രഹ്മജ്ഞന്മാരുടെ ഭൃത്യനായിട്ട് ഭഗവാൻ നിൽക്കുന്നത് തേ വിനോദ, അങ്ങയുടെ ഒരു വിനോദം മാത്രം, അതായത് അങ്ങയുടെ മനസ്സിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു വിനോദം മാത്രമായിട്ടാണ് അങ്ങ് ഈ ബ്രഹ്മജ്ഞന്മാരായ ഞങ്ങളെ പോലെയുള്ള ബ്രഹ്മജ്ഞന്മാരുടെ പാദപൂജ ചെയ്ത് ഞങ്ങളെ അനുസരിച്ച് ഭൃത്യനെ പോലെ അങ്ങ് നിൽക്കുന്നത് അങ്ങയുടെ ഒരു വിനോദം മാത്രമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതാണ് അവർ മനസ്സിലാക്കിയ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അങ്ങയുടെ ആ യഥാർത്ഥ ജ്ഞാനമാർഗം ഈ ലോകത്തിന് തുറന്നു കൊടുക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ള മഹർഷിമാരാണ്, അതായത് ബ്രഹ്മജ്ഞന്മാരാണ്. അതുകൊണ്ട് അതിനൊരു വിനാശം സംഭവിക്കാൻ അങ്ങ് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ആ ജ്ഞാനം അറിയാൻ ആഗ്രഹിക്കുന്ന സത്വഗുണികളായ ജനങ്ങളെ സംരക്ഷിക്കുക, ശത്രുക്കളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന അങ്ങ് ഇപ്പോൾ ഞങ്ങളോട് കാണിച്ച ഈ ഒരു ആദരവുണ്ടല്ലോ, ബ്രഹ്മജ്ഞന്മാരെ ബ്രാഹ്മണരെ ആദരിക്കുന്ന ഈ ഒരു കർമ്മം, ഇതിലൂടെ ത്രിലോകങ്ങളുടെയും ത്രികുളങ്ങളുടെയും നാഥനായിട്ടുള്ള വിശ്വത്തിൻ്റെ സംരക്ഷകനായ അങ്ങയുടെ തേജസ് ഒട്ടും കുറയുന്നില്ല എന്നും, അത് കൂടുന്നേ ഉള്ളൂ, ആ മഹത്വം കൂടുന്നേ ഉള്ളൂ, അതൊട്ടും കുറയുന്നില്ല. പിന്നെ ഞങ്ങളുടെ ഭൃത്യനാണ് അങ്ങ്, ഞങ്ങളാൽ അനുഗ്രഹിക്കപ്പെടുന്നവനാണ് അങ്ങ് എന്നൊക്കെ അങ്ങ് പറയുന്നത് അങ്ങയുടെ ഒരു വിനോദം മാത്രം, അങ്ങയുടെ സന്തോഷം പ്രകടിപ്പിക്കുക, അങ്ങയുടെ ഒരു വിനോദം മാത്രമാണ് അത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് സനകാദികൾ അവിടെ പറയുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഭഗവാനിലേക്കുള്ള മാർഗം, ജ്ഞാനമാർഗം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ഭഗവാന്റെ കർമ്മമാണ്. ഭഗവാൻ തന്നെയാണ്, ഭഗവാനാൽ സംരക്ഷിക്കപ്പെടാൻ അർഹതയുള്ളവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഭഗവാൻ ഞങ്ങളെ ഇത്രമാത്രം ആദരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഭഗവാൻ അത്രയും ആഗ്രഹിക്കുന്നത് കൊണ്ട്, ഇനി ഞങ്ങളെ ആദരിക്കുന്നത് കൊണ്ട് വിശ്വസംരക്ഷകനായ ലോകത്തിൻ്റെ നിയന്താവായ അങ്ങയുടെ തേജസ് ഒട്ടും കുറയുന്നില്ല, മഹത്വം കൂടുകയേ ചെയ്യുന്നുള്ളൂ എന്നും ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് സനകാദികൾ പറയുകയാണ്. എന്നിട്ട് അവർ അവസാനം പറയാണ്, ഇനി അങ്ങയോട് ഒരു അനുവാദം ചോദിക്കാതെ ഒരു തെറ്റ് ചെയ്തു പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങയുടെ ഭക്തന്മാരായിട്ടുള്ള ഈ 2 പാർഷദന്മാർ, അവർ അത്രയും ശ്രേഷ്ഠന്മാരായിട്ടുള്ള പാർഷദന്മാരിൽ തന്നെ മുഖ്യന്മാരായിരിക്കണം. അതുകൊണ്ടാണല്ലോ അവർ ഇത്രയ്ക്ക് മുഖ്യസ്ഥാനം ഭഗവാൻ നൽകിയത്. അങ്ങനെയുള്ള അവരെ പെട്ടെന്ന് അവരുടെ എന്തെങ്കിലും പെട്ടെന്നൊരു തോന്നൽ കൊണ്ട് അവർ ചെയ്തൊരു തെറ്റിന് ഞങ്ങൾ ഇത്രയും വലിയൊരു ശിക്ഷ കൊടുത്തത് തെറ്റായി പോയി എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങളെ ശിക്ഷിച്ചോളൂ, അത് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഞങ്ങൾ കൊടുത്ത ആ ശാപത്തെ അങ്ങ് പിൻവലിച്ചോളൂ. ഭഗവാൻ അത് പിൻവലിക്കാൻ പറ്റും, ബ്രഹ്മജ്ഞന്മാരുടെ ശാപത്തെ ഭഗവാന് പിൻവലിക്കാൻ പറ്റും, അങ്ങ് അതിനെ പിൻവലിച്ചോളൂ എന്നവർ പറയുന്നതാണ് ശ്ലോകം 25. യം വ അനയോ ദമം അതീശഃ ഭഗവൻ വിദത്തെ വൃത്തിം നുവ തത്
അനുമന്മഹി നിർവ്യളീകം അസ്മാസു വായ ഉചിതോ ദ്രിയതാം സദണ്ഡഃ യേ അനാഗസൗ വയം അയുങ്ക്ഷ്മഹി കിൽബിഷേന യം വാ അനയോഃ ധമമദീശഃ ഭവൻ വിദത്തെ വൃത്തിംനുവാ തദ അനുമന്മഹി നിർവ്യളീകം അസ്മാസു വാ യ ഉചിത ദ്രിയതാം സദണ്ഡഃ യേ അനാഗസൗ വയം അയുങ്ക്ഷ്മഹി കിൽബിഷേന. ഇവിടെ പറയുന്നത് അദീശ അല്ലയോ ഭഗവാനെ, യം വാ, യം എന്ന് വെച്ചാൽ വാ എന്ന് വെച്ചാൽ ഏതു വിധത്തിലുള്ളതാണെങ്കിലും, അനയോ എന്ന് വെച്ചാൽ അങ്ങയുടെ പാർഷദന്മാർ, അങ്ങയുടെ പാർഷദന്മാരായ ആ രണ്ടു പേരോടും ദമം, ആ രണ്ടു പേർക്കുമുള്ള ശിക്ഷ, ദമം എന്ന് വെച്ചാൽ ശിക്ഷ, അത് യം വാ, അത് ഏത് തരത്തിലുള്ള ശിക്ഷയാണെങ്കിലും ഭഗവൻ വിധത്തെ അങ്ങ് തീരുമാനിച്ചോളൂ, ഞങ്ങൾക്കത് സമ്മതം. അതായത് ഞങ്ങൾ കൊടുത്ത ശിക്ഷ വൈകുണ്ഠത്തിൽ നിന്ന് പോവുക, എന്നിട്ട് ഈ ഭേദചിന്ത, ഈ അഹങ്കാരം തീരാൻ, ഈ ഭേദചിന്തയുള്ള ലോകം ഭൂമിയും പാതാള ലോകമൊക്കെയാണ്, അവിടെ പോയി വസിച്ച് ഈ ഭേദചിന്തയൊക്കെ തീരാനുള്ള പ്രാരാബ്ദങ്ങളൊക്കെ ചെയ്ത് അത് അനുഭവിച്ച് ദീർഘപരിശുദ്ധരായിട്ട് വരാനാണ് പറഞ്ഞത്. അപ്പോൾ ആ ശിക്ഷ ശരിയല്ല, വേറെന്തെങ്കിലുമാണ് കൊടുക്കേണ്ടത് എന്ന് അങ്ങേക്ക് തോന്നുന്നെങ്കിൽ അങ്ങ് ചെയ്തോളൂ. അതാണ് ആ പറയുന്നത്. അല്ലയോ അദീശ, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ അനയോഹോ, അങ്ങയുടെ ആ രണ്ട് പാർഷദന്മാർക്കുമുള്ള ദമം, ഞങ്ങൾ കൊടുത്ത ആ ശിക്ഷ വേറെ എന്തെങ്കിലും കൊടുക്കാൻ, യം വാ, ഏതെങ്കിലും വിധത്തിലുള്ളൊരു ശിക്ഷ കൊടുക്കാൻ ഭവാൻ വിധത്തെ അങ്ങ് തീരുമാനിക്കുകയാണെങ്കിൽ, ഇനി വൃത്തിംനുവ തത് അനുമന്മഹി നിർവ്യളീകം എന്ന് വെച്ചാൽ പാപം ചെയ്തിട്ടില്ലാത്ത ആ പാർഷദന്മാരെ വെറുതെ അവർക്ക് ആ ശിക്ഷ കൊടുക്കണ്ട, അവരെ അതിൽ നിന്ന് മോചിപ്പിക്കണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എങ്കിൽ പോലും തത് അനുമന്മഹി, അതിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങൾ കൊടുത്ത ശിക്ഷയെ അങ്ങ് പിൻവലിച്ചാലും അവർ പാപം ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടാണ് അവരതങ്ങനെ ചെയ്തത് എന്നൊക്കെ ഭഗവാന് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുത്ത ശിക്ഷ അങ്ങ് പിൻവലിച്ചോളൂ. ഇനി ഞങ്ങൾ കൊടുത്ത ശിക്ഷയല്ല വേറെ എന്തെങ്കിലും ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്ന് അങ്ങേക്ക് തോന്നുന്നെങ്കിൽ അതും അങ്ങ് ചെയ്തോളൂ, രണ്ടിനെയും ഞങ്ങൾ സ്വീകരിക്കുന്നു. അതാണ് തത് അനുമന്മഹി, ഞങ്ങൾ സ്വീകരിക്കുന്നു. എന്നിട്ട് പറയാണ് അസ്മാസു, ഇനി ഞങ്ങൾക്ക്, വാ എന്ന് ചലർത്ഥം അല്ലെങ്കിൽ ഇനി ഞങ്ങളാണ് തെറ്റ് ചെയ്തത് എങ്കിൽ ഉചിതമായിട്ടുള്ള ദ്രിയതാം സദണ്ഡ, ആ ഒരു ശിക്ഷ ദ്രിയതാം ഞങ്ങൾക്ക് നൽകിയാലും. കാരണം എന്താ, യേ അനാഗസൗ, അതായത് പാപങ്ങളായിട്ടുള്ള, പാപം ചെയ്തിട്ടില്ലാത്ത അവരെ കിൽബിഷേന, ഒരു ശാപത്താല് അയുങ്മഹി എന്ന് വെച്ചാൽ അയുൺമഹി എന്ന് വെച്ചാൽ ബന്ധിപ്പിക്കാം. അതായത് ഒരു ശാപത്താൽ പാപം ചെയ്തിട്ടില്ലാത്ത അവരെ ഞങ്ങൾ വീണ്ടും കുറേ ജന്മത്തിലേക്ക് ബന്ധിപ്പിച്ചിട്ടില്ലേ, അത് വലിയൊരു തെറ്റായി പോയി, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, അത് തെറ്റാണെന്ന് അങ്ങേക്ക് തോന്നുന്നെങ്കിൽ അങ്ങ് ഉചിതമായ ശിക്ഷ ഞങ്ങൾക്ക് നൽകിയാലും അതും ഞങ്ങൾ സ്വീകരിക്കാം. അവസാനം അതാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാനെ, അങ്ങയോടൊരു അനുവാദം ചോദിക്കാതെ അങ്ങയുടെ മുഖ്യ പാർഷദന്മാരായ ഈ രണ്ടു പേർക്കും ഞങ്ങൾ കൊടുത്ത ശിക്ഷ അതല്ല വേറെ എന്തെങ്കിലുമാണ് കൊടുക്കാൻ അങ്ങ് തീരുമാനിക്കുന്നതെങ്കിൽ അതാവാം. ഇനി അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവർക്ക് ഞങ്ങൾ കൊടുത്ത ശാപം പിൻവലിക്കണമെന്നാണെങ്കിൽ അതും ആവാം, ഞങ്ങൾക്ക് അത് സ്വീകരിക്കുന്നു. ഇനി പാപം ചെയ്തിട്ടില്ലാത്ത അവരെ ഒരു ശാപവാക്കാൽ നിരവധി ജന്മങ്ങളിലേക്ക് ബന്ധിപ്പിച്ച് അവരെ കുറേ ഭൂമിയിലേക്ക് ഞങ്ങൾ അതോ ലോകത്തിലേക്ക് താഴ്ത്തി വിട്ടില്ലേ, ആ തെറ്റ് അത് തെറ്റായി പോയെങ്കിൽ അതിന് ഉചിതമായ ശിക്ഷ അങ്ങ് ഞങ്ങൾക്ക് നൽകിയോളൂ, അതും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാണ് സനകാദികൾ പറഞ്ഞത്. അപ്പോൾ ആദ്യം കുറേ ചോദ്യങ്ങൾ ഭഗവാനോട്, എന്തുകൊണ്ടാണ് ഞങ്ങളെ ഇങ്ങനെ മഹത്വവൽക്കരിക്കുന്നത്, ഞങ്ങളാൽ അങ്ങാണ് അനുഗ്രഹിക്കപ്പെടുന്നത് എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നു. അതേ സനകാദികൾ തന്നെ അവരുടെ യോഗശക്തിയാൽ അത് മനസ്സിലാക്കി, ഭഗവാന്റെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് അതും പറയുന്നു. അതായത് അങ്ങയുടെ മാർഗത്തിലേക്ക് അങ്ങ് തുറന്നു തന്ന ഒരു മാർഗമുണ്ട്, ഒരു ജ്ഞാനമാർഗം, അത് ഈ ലോകർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഞങ്ങളെ സംരക്ഷിക്കുക, അങ്ങയാൽ സംരക്ഷിക്കപ്പെടാൻ അർഹതയുള്ളവരാണ് ആ ബ്രഹ്മജ്ഞന്മാരെ. അതുകൊണ്ടാണ് അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നത്. അങ്ങ് അത് ചെയ്തില്ല എങ്കിൽ ഈ ലോകത്ത് മംഗളകരമായ ആ മാർഗം നശിച്ചു പോവും, ജനങ്ങളിലേക്ക് അത് എത്തിക്കാൻ ആളുണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാണ്, ഇനി ഞങ്ങൾ ചെയ്തത് തെറ്റാണെങ്കിൽ അങ്ങ് ഞങ്ങൾക്ക് അവർക്ക് ആ ശാപം കൊടുക്കേണ്ടിയിരുന്നില്ല എന്നായിരുന്നെങ്കിൽ അങ്ങ് ഞങ്ങളെ
ശിക്ഷിച്ചോളൂ. ഇനി അതല്ല അവർക്ക് ഞങ്ങൾ കൊടുത്ത ശിക്ഷയല്ല അങ്ങ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതെന്താണെങ്കിലും അങ്ങ് ചെയ്തോളൂ. ഇനി അവർക്ക് കൊടുത്ത ആ ശാപം പിൻവലിക്കണമെന്നാണെങ്കിൽ പോലും അങ്ങ് അത് ചെയ്തോളൂ. എന്താണെങ്കിലും ഞങ്ങളത് സ്വീകരിക്കാം. ഇത്രയും പറഞ്ഞ് സനകാദികൾ നിർത്തിയപ്പോൾ ഭഗവാൻ അവർക്കുള്ള മറുപടി കൊടുക്കുകയാണ്. ശ്ലോകം 26. ശ്രീ ഭഗവാൻ ഉവാച ഏതൗ സുരേതരഗതിം പ്രതിപദ്യ സദ്യ സംരംഭ സംവൃത സമാധി അനുബദ്ധ യോഗൗ ഭൂയഃ സഖാശം ഉപയാസ്യത ആശു യഃ വഹ ശാപഃ മയാ ഏവ നിമിതഃ തദ് അവേദ വിപ്രാ ഏതൗ സുരേതരഗതിം പ്രതിപദ്യ സത്യ സംരംഭ സംവൃത സമാധി അനുബദ്ധ യോഗൗ ഭൂയഃ സകാശം ഉപയാസ്യത ആശു യോ വഹ ശാപോ മയാ ഏവ നിമിതഃ തത് അവേദ വിപ്രാ. ഭഗവാൻ പറയാണ്, ഏതോ ആ രണ്ട് ഭടന്മാരും ഭൃത്യന്മാരും സുര ഇതര ഗതി, സുരന്മാർ ദേവന്മാർ, ഇതരാന്ന് വെച്ചാൽ അവരല്ലാത്തവരെ എന്ന് വെച്ചാൽ ആസുരികമായ ഗതി എന്ന് വെച്ചാൽ ഗർഭത്തിൽ സദ്യ ഉടനെ തന്നെ പ്രതിപദ്യ വന്ന് ജനിക്കും. അപ്പോൾ ഭഗവാൻ പറയാണ്, നിങ്ങൾ ശപിച്ച ജയവിജയന്മാരായ എൻ്റെ ആ രണ്ട് പാർഷദന്മാരും വളരെ അടുത്ത് തന്നെ ഉടനെ തന്നെ ഭൂമിയിലെ ആസുരികമായ, അതായത് ദേവന്മാരല്ലാത്ത ആസുരികമായ ഗർഭത്തിൽ വന്ന് ജനിക്കും. എന്നിട്ട് സംരംഭ സംവൃത, സംരംഭ എന്ന് വെച്ചാൽ കോപം, ദേഷ്യം കൂടിയിട്ട് സംവൃത, അതിൽ നിന്നും ഉണ്ടാകുന്ന സമാധി അവസ്ഥ, അതായത് എന്നെ ശത്രുവായി കാണും അവർ. എന്നിട്ട് എന്നെക്കുറിച്ച് തന്നെ സദാ ദേഷ്യത്തോടു കൂടി ചിന്തിച്ച് എന്നോടുള്ള കോപത്താൽ സമാധി അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ, മനസ്സ് ഒന്നിലേക്ക് മാത്രമായി ഏകാഗ്രപ്പെടുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോപം കൊണ്ട് ദേഷ്യം കൊണ്ട് ശത്രുവായി കണ്ടിട്ട് അവരുടെ മനസ്സ് സദാ എന്നെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്ന് ആ എന്നിലേക്ക് മാത്രമായി ഏകാഗ്രപ്പെട്ട് അനുബദ്ധ യോഗോ, അങ്ങനെ ഉറച്ച യോഗാവസ്ഥയിലേക്ക് അവരെത്തുന്നു. അതായത് ശത്രുത കൊണ്ട്, മനസ്സിലായോ, ശത്രുത കൊണ്ട് എന്നെക്കുറിച്ച് മാത്രം അവർ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ച് അവരുടെ മനസ്സ് എന്നിലേക്ക് വളരെ ഉറപ്പോടുകൂടി ബലമായിട്ട് അവരുടെ മനസ്സ് എന്നിലേക്ക് ഏകാഗ്രപ്പെട്ടിട്ട് ഭൂയഹ വീണ്ടും സഖാശം എൻ്റെ അടുത്തേക്ക് ഉപയാസ്യത അവരെത്തിച്ചേരും ആശു വളരെ പെട്ടെന്ന് തന്നെ. യഹവൈ, ഇനി നിങ്ങളോടായിട്ടൊരു കാര്യം പറയാം, സനകാദികളോട് പറയാണ്, യഹവൈ നിങ്ങളുടെ ശാപഹ, ആ ശാപവാക്ക് മയാ ഏവ നിമിതഃ, ഞാൻ തന്നെ നിർമ്മിച്ചതാണ്. എന്നാൽ തന്നെ, മയാ ഏവ എന്ന് വെച്ചാൽ എന്നാൽ തന്നെ, നിമിതഃ നിർമ്മിക്കപ്പെട്ടതാണ്. തത് ഏവ അവേദ വിപ്ര, അത് നിങ്ങൾ മനസ്സിലാക്കൂ, അറിയൂ. വിപ്ര എന്ന് വെച്ചാൽ ബ്രാഹ്മണരെ, മനസ്സിലായ. അപ്പോൾ ഭഗവാൻ പറഞ്ഞത്, നിങ്ങൾ വിഷമിക്കേണ്ട, അവരെ ശപിച്ചു, അവരിനി താഴ്ന്ന ലോകങ്ങളിലേക്കൊക്കെ പോവുകയാണല്ലോ, ചെയ്തത് തെറ്റായി പോയല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട. നിങ്ങൾ അവരെ ശപിച്ചു എന്നുള്ളത് ഞാൻ തന്നെ നിർമ്മിച്ചതാണ്. അതിൻ്റെ തിരക്കഥ എഴുതിയത് ഞാനാ. നിങ്ങൾ സനകാദികളും ജയവിജയന്മാരൊക്കെ ആ തിരക്കഥയ്ക്ക് അനുസരിച്ച് ആടുക മാത്രമാണ് ഇവിടെ ചെയ്തത്. അത് ഞാൻ നിർമ്മിച്ചതാണ്, മനസ്സിലായ. ആ ഒരു സാഹചര്യം നിങ്ങളെ കൊണ്ട് അത് പറയിപ്പിക്കാൻ തോന്നിയത്, അതുവരെ അത്രമാത്രം ബാലൻസ്ഡ് ആയിട്ടുള്ള മനസ്സോടുകൂടിയ സനകാദികളുടെ ഉള്ളിൽ ദേഷ്യം വരുന്നതും പെട്ടെന്ന് ശപിക്കുന്നതും ഇതൊക്കെ എന്നാൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ ബ്രഹ്മജ്ഞന്മാരെ. അവരോട് പറയാണ്. പിന്നെ മറിച്ചൊരു കാര്യം, എൻ്റെ ഭൃത്യന്മാരായ ജയവിജയന്മാർ ഉടനെ തന്നെ ഭൂമിയിലെ ഒരു ആസുരിക ഗർഭത്തിൽ വന്ന് പിറന്ന് അവരെന്നെ ശത്രുവായി കണ്ട് എന്നോടുള്ള കോപം വളർത്തി അവരുടെ മനസ്സ് എന്നിലേക്ക് ബലമായ രീതിയിൽ യോഗപ്പെട്ട് അവർ വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ ലോകത്തിലേക്ക്, എന്നിലേക്ക് തന്നെ വന്ന് തിരിച്ചു വരികയും ചെയ്യും എന്ന് പറഞ്ഞ് സനകാദികളെ സമാധാനിപ്പിച്ചു. ഇനി ശ്ലോകം 27. ബ്രഹ്മോവാച. അപ്പം ഇത്ര നേരം ബ്രഹ്മദേവൻ്റെ അടുത്ത് സങ്കടം പറയാൻ വന്ന ദേവന്മാരോടാണ് ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ലോകം മുഴുവൻ ഇങ്ങനെ അന്ധകാരം പരക്കുന്നത്, ഞങ്ങളെ രക്ഷിക്കണേ എന്ന ആവശ്യവും പറഞ്ഞ് ദേവന്മാർ ചെന്നപ്പോഴാണ് ബ്രഹ്മദേവൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. സനകാദികളെ, എൻ്റെ പുത്രന്മാർ അവിടെ എത്തിയതും ജയവിജയന്മാർ തടഞ്ഞതും അവരെ ശപിച്ചതും ഭഗവാൻ വന്നതും ഇവരുടെ മഹത്വം പറഞ്ഞതും ജയവിജയന്മാരെ പറഞ്ഞയച്ചതും അവരുടെ ശാപത്തെ അംഗീകരിച്ചതും ഒക്കെ ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുകയാണ് ദേവന്മാർക്ക്. ഇനിയും ബ്രഹ്മദേവൻ തന്നെയാണ് പറയുന്നത്. ശ്ലോകം 27, 28 ഒരുമിച്ച്. അപ്പോൾ അതിൻ്റെ അർത്ഥം പൂർത്തിയാവും.
അതേ മുനയഃ ദൃഷ്ട്വാ നയനാനന്ദഭാജനം വൈകുണ്ഠം തത് അധിഷ്ഠാനം വിഗുണ്ഠം ച സ്വയം പ്രഭം. 28 ഭഗവന്തം പരിക്രമ്യ പ്രണിപത്യ അനുമാന്യ ച പ്രതിജഗ്മുഹു പ്രമുദിത ശംസദഃ വൈഷ്ണവീം ശ്രിയം. അപ്പോൾ ബ്രഹ്മാവ് പറയാണ് അതാ. അതിനുശേഷം ഭഗവാൻ ഇത്രയും പറഞ്ഞു, അവരെ സമാധാനിപ്പിച്ചു. ഇനി നിങ്ങളല്ല ശപിച്ചത്, അതും ഞാൻ നിർമ്മിച്ചതാണ് ഈ ഒരു സാഹചര്യം. പിന്നെ അവരുടെ കാര്യം ആലോചിച്ച് വിഷമിക്കേണ്ട, അവരെത്രയും പെട്ടെന്ന് പോകും, എത്രയും പെട്ടെന്ന് അവരെന്നിലേക്ക് തന്നെ തിരിച്ചു, അവരുടെ പ്രാരാബ്ദം തീർത്ത് അവരെന്നിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യും എന്ന് പറഞ്ഞു. അതാ. അതിനുശേഷം തേ മുനയഃ, ആ സനകാദി മഹർഷിമാർ നയന ആനന്ദഭാജനം, കണ്ണുകൾക്ക് അത്രയും ആനന്ദം നൽകുന്നതും ആയിട്ടുള്ള സ്വയം പ്രഭ, സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന വിഗുണ്ഠം, ആ വൈകുണ്ഠനാഥനായ ഭഗവാനെയും തത് അധിഷ്ഠാനം, ഭഗവാന്റെ വാസസ്ഥാനമായ വൈകുണ്ഠത്തെയും ദൃഷ്ട്വാ, കണ്ണു കുളിർക്കെ കണ്ടിട്ട് ഭഗവന്തം, ആ ഭഗവാനെ പരിക്രമ്യ, അതായത് പ്രദക്ഷിണം ചെയ്ത് പ്രണിപത്യ, നമസ്കരിച്ച് അനുമാന്യ ച, ഭഗവാനോട് അനുവാദം ചോദിച്ച് പ്രതിജഗ്മു, തിരിച്ചു പോന്നു. അപ്പോൾ ഭഗവാനെ കണ്ടു, വൈകുണ്ഠം കണ്ടു, എല്ലാം കണ്ട് അവർ ഭഗവാനോട് അനുവാദം ചോദിച്ച് അവർ തിരിച്ചു പോന്നു. പോരുന്നതിന് മുൻപ് വൈഷ്ണവിയെയും ശ്രീയം, മഹാവിഷ്ണുവിനെ, ആ വൈകുണ്ഠവാസിയായ മഹാവിഷ്ണുവിൻ്റെ ശ്രീയം ഐശ്വര്യത്തെ ശംസന്തഃ, അതായത് പ്രശംസിച്ചുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് പ്രമുദിത, വളരെ സന്തുഷ്ടരായി അവർ തിരിച്ചു പോന്നു. അപ്പോൾ ബ്രഹ്മാവ് പറയാണ്, അങ്ങനെ ആ ഭഗവാനെയും വൈകുണ്ഠ ലോകത്തെയും കൺകുളിർക്കെ കണ്ട്, കണ്ണുകൾക്ക് അത്രയും ആനന്ദം നൽകുന്ന ആ കാഴ്ചകൾ കണ്ട് സനകാദി മഹർഷിമാർ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് ഭഗവാനോട് അനുവാദം ചോദിച്ച് ആ ഭഗവാന്റെ ഐശ്വര്യത്തെ പുകഴ്ത്തിക്കൊണ്ട് പ്രശംസിച്ചുകൊണ്ട് സന്തുഷ്ടരായി അവിടെ നിന്ന് മടങ്ങി തിരിച്ചു പോന്നു. ഇനി ഭഗവാൻ എന്താണ് ചെയ്തപ്പോൾ അവർ പോന്നു, സനകാദികൾ. ഇനി ഭഗവാൻ അവിടെ എന്താണ് ചെയ്തത് എന്നാണ് 29 പറയുന്നത്. ഭഗവാൻ അനുഗൗ ആഹ യാദം മാ വൈഷ്ടം അസ്തുഷം ബ്രഹ്മതേജ സമർത്ഥഃ അഭിഹന്തും ന ഇച്ഛേ മദം തു മേ. ഭഗവാൻ അനുഗൗ, തൻ്റെ പാർഷദന്മാരായ ആ ഭടന്മാരോട് ആഹാ ഇപ്രകാരം പറഞ്ഞു. ഇനി ഭഗവാൻ അതിനുശേഷം അവരോട് എന്താ പറഞ്ഞതെന്ന്, മാ ഭൈഷ്ടം, നിങ്ങൾ പേടിക്കേണ്ട. അവർ രണ്ടുപേരും ജയവിജയന്മാർ രണ്ടുപേരും ഇങ്ങനെ ഭയത്തോടുകൂടി നിൽക്കുകയാണ്. കാരണം അത്രമാത്രം നിഷ്കളങ്ക ഭക്തിയോടും സമർപ്പണ ബുദ്ധിയോടും ജീവിച്ചിട്ടാണ് വൈകുണ്ഠത്തിൻ്റെ കാവൽക്കാരായി, 7ാം വാതിലിൻ്റെ കാവൽക്കാരായ ഭഗവാന്റെ മുഖ്യ പാർഷദന്മാരെന്ന അവസ്ഥയിലേക്ക് അവരെത്തിയത്. ഇപ്പോൾ വീണ്ടും ഭൂമിയോ പാതാളമോ പോലെയുള്ള അതോ ലോകങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ എന്തൊക്കെ ഇവിടെ കിടന്ന് അനുഭവിച്ചിട്ടായിരിക്കണം അവിടെ എത്തിയിട്ടുണ്ടാവുക. അതൊക്കെ തരണം ചെയ്തിട്ട് വീണ്ടും പോരെയല്ലേ, ഇനി എപ്പോൾ എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വരും എന്നൊക്കെ ഓർത്തിട്ട് അവരിങ്ങനെ വിഷമിച്ച് ഭയപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഭഗവാൻ തൻ്റെ പാർഷദന്മാരോട്, അതാണ് അനുഗൗ, അവരോട് ആഹാ ഇപ്രകാരം പറഞ്ഞു. മാ ഭൈഷ്ടം, മാ അരുത്, ഭൈഷ്ടം ഭയം, നിങ്ങൾ ഭയക്കരുത്. അസ്തു ശം, നിങ്ങൾക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാവും, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാവും. എന്നിട്ട് പറയാണ് ബ്രഹ്മതേജ സമർത്ഥഃ അഭി, ബ്രഹ്മതേജസ്സിനെ, ഒരു ബ്രാഹ്മണന്മാരുടെ ആ ശാപത്തെ അതായത് നശിപ്പിക്കാൻ, അതിനെ ഇല്ലാതാക്കാൻ എനിക്ക് കഴിയും. സമർത്ഥഃ അഭി, ഞാനതിന് സമർത്ഥനാണ്. അഭി എന്ന് വെച്ചാൽ എങ്കിൽ പോലും ഞാനത് ചെയ്തില്ല, അതാണ് ഹന്തും, ഞാനത് ചെയ്യാതിരുന്നത്. ന ഇച്ഛേ എന്ന് വെച്ചാൽ അതിനെ ഹനിക്കാൻ, അവരുടെ ശാപത്തെ ഇല്ലാതാക്കാൻ ന ഇച്ഛേ, ഞാൻ ആഗ്രഹിക്കുന്നില്ല. മതം തൂമേ, മതം എന്ന് വെച്ചാൽ അതാണ് എൻ്റെ അഭിപ്രായം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അത് ഞാനും ശരിവെക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് പറ്റാഞ്ഞിട്ടല്ല. എനിക്ക് ആ ബ്രഹ്മജ്ഞന്മാരുടെ സനകാദികളുടെ ശാപത്തെ നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ പറ്റും, പക്ഷെ ഞാൻ അത് ചെയ്യില്ല. കാരണം ബ്രഹ്മജ്ഞന്മാരുടെ ആ ശാപത്തെ ഞാൻ ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവർ ചെയ്തത് ശരിയെന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. അതാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ജയവിജയന്മാരോട് ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാവും, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട. ആ സനകാദികൾ നിങ്ങൾക്ക് നൽകിയ ശാപത്തെ ഇല്ലാതാക്കാനുള്ള ശക്തി എനിക്കുണ്ട്, പക്ഷേ ഞാനത് ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ ഒരു ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കണം. അപ്പോൾ തന്നെയാണ് നിങ്ങൾ പൂർണ്ണ പരിശുദ്ധരാവുകയുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാതെ മായയിൽ പെട്ട് കിടക്കുന്ന അഹങ്കാരം അത് ഇല്ലാണ്ടാവുമ്പോഴാണ്
നിങ്ങൾ പൂർണ്ണ പരിശുദ്ധരാവുള്ളൂ. ആ പരിശുദ്ധിയുള്ളവർക്ക് മാത്രം നിൽക്കാൻ സ്ഥാനമുള്ളതാണ്, അവരുടെ മാത്രം സ്ഥാനമുള്ളതാണ് ഈ വൈകുണ്ഠ ലോകം. അപ്പോൾ അതുകൊണ്ട് അതെൻ്റെയും ആഗ്രഹമാണ് ആ ശാപം, അതുകൊണ്ടാണ് ഞാനത് പിൻവലിക്കാതിരുന്നത്. അപ്പോൾ അത് നിങ്ങളതിനെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും ഭയക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഭഗവാൻ അത് ഞാൻ ശരിവെക്കുന്നു, സനകാദികളുടെ ആ ശാപം അത് ഞാനും ആഗ്രഹിക്കുന്നു, അത് നിങ്ങൾ അനുഭവിക്കണമെന്ന് പറയാനുള്ള കാരണം ആണ് 30ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. കാരണം ഇതേ അനുഭവം ലക്ഷ്മി ദേവിക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരിക്കൽ ലക്ഷ്മി ദേവിയെയും ഇവർ തടഞ്ഞിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അത് അന്നേ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ ഉള്ളിലെ ഈ അഹത്തെ ശമിപ്പിക്കണമെന്ന്. അതിനൊരവസരം ഇപ്പോൾ വന്നു. അതുകൊണ്ടാണ് ആ ബ്രഹ്മജ്ഞന്മാരുടെ ശാപത്തെ ഞാൻ തടയാതിരുന്നത്, പിൻവലിക്കാതിരുന്നത്, അതിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാതിരുന്നതിൻ്റെ കാരണം ഇതിനു മുൻപ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ് ശ്ലോകം 30. ഏതത് പുരാ ഏവ നിർദ്ദിഷ്ടം രമയാ ക്രുദ്ധയാ യഥാ പുരാ അപവാരിത ദ്വാരി വിശന്തി മയി ഉപാരതേ. ഏതത് ഇപ്പോൾ, പുരായേവ പണ്ടേ തന്നെ, രമയ ലക്ഷ്മി ദേവി, ക്രൂദ്ധയ വളരെ കോപത്തോടെ, നിർദ്ദിഷ്ടം എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. യഥാ അതായത് ഇപ്പോൾ നടന്ന ഈ സംഭവം, ആ ശാപം, ഇത് പണ്ടേ തന്നെ ലക്ഷ്മി ദേവി വളരെ കോപത്തോടു കൂടി എന്നോട് നിർദ്ദേശിച്ചിരുന്നു അവരെ ഇങ്ങനെ ശപിക്കണമെന്ന്. യഥാ അതിൻ്റെ കാരണം, പുരാന്ന് വെച്ചാൽ പണ്ട്, അപവാരിത ലക്ഷ്മി ദേവിയെ നിങ്ങൾ തടഞ്ഞു, ദ്വാരി ഇതേ കവാടത്തിൻ്റെ മുന്നിൽ വെച്ച്, വിശന്തി എന്ന് വെച്ചാൽ അകത്തേട്ട് വൈകുണ്ഠത്തിലേക്ക് എൻ്റെ അടുത്തേക്ക് പ്രവേശിക്കാൻ നോക്കുന്ന ലക്ഷ്മി ദേവിയെ, മയി ഉപാരതേ ഞാൻ ആ സമയത്ത് യോഗാവസ്ഥയിൽ ഇങ്ങനെ ശയിക്കുകയായിരുന്നു. അങ്ങനെ ശയിക്കുന്ന എൻ്റെ അടുത്തേക്ക് പ്രവേശിക്കാൻ നോക്കിയ ആ കവാടത്തിൻ്റെ മുന്നിലെത്തിയ ലക്ഷ്മി ദേവിയെ പണ്ട് നിങ്ങൾ തടഞ്ഞിട്ടുണ്ട്. അന്നേ കോപത്തോടു കൂടി ലക്ഷ്മി ദേവി എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിലെ ഈ അഹത്തെ ശമിപ്പിക്കണമെന്ന്. അത് ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ സനകാദികളുടെ ആ ശാപത്തിൽ നിന്നും നിങ്ങളെ മുക്തരാക്കാതിരുന്നത്. അതുകൊണ്ട് ഇതിവിടെ അനിവാര്യമാണ്. നിങ്ങൾ പോലും അറിയാതെ മായയിൽ പെട്ട് കിടക്കുന്ന നിങ്ങളുടെ ഈ അഹങ്കാരത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും, പേടിക്കേണ്ട എന്ന് അവരെ ആശ്വസിപ്പിച്ചു. അങ്ങനെ ശ്ലോകം 31. മയി സംരംഭയോഗേന നിസ്തീര്യ ബ്രഹ്മഹേളനം പ്രത്യേഷ്യതം നികാശം മേ കാലേന അൽപായുസ പുനഃ. മയി എന്നിൽ സംരംഭയോഗേന, എന്നിട്ട് ഭഗവാൻ പറയാണ് മയി നിങ്ങൾ എന്നിൽ സംരംഭയോഗേന എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ, എന്നോടുള്ള ശത്രുത കൊണ്ട് ദേഷ്യത്തോടു കൂടി സദാ എന്നെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ബ്രഹ്മഹേളനം ബ്രഹ്മജ്ഞന്മാരെ അവഹേളിച്ച ആ പാപമുണ്ടല്ലോ, ആ ശാപത്തിൽ നിന്ന് നിസ്തീര്യ നിങ്ങൾ സ്വതന്ത്രരാവുന്നു. നിങ്ങൾ എന്നെക്കുറിച്ച്, എന്നെ ഭൂമിയിൽ പോയി ജനിച്ച് നിങ്ങൾ എന്നെ ശത്രുവായി കണ്ട് എന്നെ വെറുത്ത് എന്നോടുള്ള കോപത്തോടു കൂടി സദാ എന്നെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഭഗവാനെ വെറുത്ത് ആ ഭഗവാനോടുള്ള കോപത്തോടു കൂടി ഭഗവാനെ പൂജിക്കുന്നവരെ ആരാധിക്കുന്നവരെയൊക്കെ കൊന്നൊടുക്കി നിങ്ങൾ ജീവിച്ച ലോകം മുഴുവൻ നിങ്ങളെ വെറുക്കും. അതല്ലേ സംഭവിക്കുക? അപ്പം എന്തായി? സനകാദികൾ നൽകിയ ശാപം അവിടെ നടന്നു. അപ്പോൾ നിങ്ങൾ അത് അനുഭവിച്ചു തീർന്നു. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് സ്വതന്ത്രരാകുന്നു. അതാണ് പറയുന്നത് ബ്രഹ്മഹേളനം, ബ്രഹ്മജ്ഞന്മാരെ അവഹേളിച്ച ആ പാപത്തിൽ നിന്ന് നിസ്തീര്യ, അതോടെ നിങ്ങൾ പുറത്തു കിടക്കും. കാരണം നിങ്ങൾ എന്നെ ശത്രുവായി കാണുന്നു, എന്നോടുള്ള ദേഷ്യത്തോടു കൂടി നടക്കുന്നു, എന്നെ പൂജിക്കുന്നവരെ ആരാധിക്കുന്നവരെയൊക്കെ കൊന്നൊടുക്കുന്നു. അങ്ങനെ സദാ എന്നെ ശത്രുതയോടുകൂടി ചിന്തിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലോകം മുഴുവൻ നിങ്ങളെ വെറുക്കും. അങ്ങനെ ബ്രഹ്മജ്ഞന്മാരുടെ ആ ശാപം അവിടെ സത്യമായി, അത് സംഭവിച്ചു. അങ്ങനെ നിങ്ങൾ ആ കർമ്മഫലത്തിൽ നിന്നും നിസ്തീര്യ, സ്വതന്ത്രരാകുന്നു. എന്നിട്ട് പ്രത്യേഷ്യതം നിങ്ങൾ തിരിച്ചു വരും, നികാശം മേ നികാശം എൻ്റെ അടുത്തേക്ക് തന്നെ, എൻ്റെ വാസസ്ഥലത്തിലേക്ക് തന്നെ, എന്നിലേക്ക് തന്നെ നിങ്ങൾ പ്രത്യേഷ്യതം എന്ന് വെച്ചാൽ തിരിച്ചു വരും. അതും കാലേന അൽപിയസ അധികം കാലതാമസം ഒന്നുമില്ലാതെ, പുനഃ വീണ്ടും, അധികം കാലതാമസമൊന്നുമില്ല, വീണ്ടും നിങ്ങൾ എന്നിലേക്ക് തന്നെ മുക്തരായിട്ട് തിരിച്ചെത്തും. അതിന് വേണ്ട കാര്യം നിങ്ങൾ ആദ്യം തന്നെ ശത്രുവായി കാണുക എന്നെയായിരിക്കും. അങ്ങനെ ശത്രുത കൊണ്ട് നിങ്ങൾ എപ്പോഴും എന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനുമായി യോഗാവസ്ഥയിലാകുന്നു. അപ്പോൾ ലോകം നിങ്ങളെ വെറുക്കും, ശത്രുതയോട് കൂടിയിട്ടല്ലേ കാണുന്നത്. അങ്ങനെ വെറുക്കുന്നതോടുകൂടി നിങ്ങളുടെ ആ കർമ്മഫലം നിങ്ങൾ അനുഭവിച്ചു തീർന്നു. അങ്ങനെ മുക്തന്മാരായി അധികം താമസിയാതെ തന്നെ നിങ്ങൾ എൻ്റെ ഈ ലോകത്തിലേക്ക് തന്നെ വന്നെത്തുകയും ചെയ്യും. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ച് ഓർത്ത് ഭയക്കേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ശ്ലോകം 32. ദ്വാ സ്തൗ
ആദിശ്യ ഭഗവൻ വിമാനശ്രേണീം ഭൂഷണം സർവാതിശയയാ ലക്ഷ്മ്യാ ജുഷ്ടം സ്വദിഷ്ണ്യം ആവിശത്. ഇത്രയും പറഞ്ഞ് ഭഗവാൻ അവിടെ നിന്ന് വൈകുണ്ഠത്തിലേക്ക് പോയി. ദ്വാസ്തൗ ഭഗവാന്റെ ആ ദ്വാരപാലകരോട് ആദിശ്യ അവർക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് ഭഗവാൻ വിമാനശ്രേണി ഭൂഷണം അലങ്കരിക്കപ്പെട്ട വിമാനത്തിൽ സർവാതിശയായ വളരെ വിപുലമായ ആഡംബരങ്ങളോടുകൂടി ലക്ഷ്മ്യ അതായത് ധനസമൃദ്ധികളോടുകൂടി ജുഷ്ടം അലങ്കരിക്കപ്പെട്ട ആ വിമാനത്തിൽ കയറി സ്വം ദിഷ്ണ്യം സ്വന്തം ഭവനത്തിലേക്ക് ആ വൈകുണ്ഠത്തിലേക്ക് ആവിശത് ഭഗവാൻ തിരിച്ചുപോയി. അപ്പോൾ തൻ്റെ പാർഷദന്മാർക്ക് വേണ്ട ഈ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് മനോഹരമായി അലങ്കരിക്കപ്പെട്ട വിമാനത്തിൽ കയറി ഭഗവാൻ അങ്ങനെ തൻ്റെ വൈകുണ്ഠത്തിലേക്ക് ആ ഭവനത്തിലേക്ക് ഭഗവാനും തിരിച്ചുപോയി. അതിനുശേഷം ജയവിജയന്മാർ എന്തു ചെയ്തു? അതാണ് ശ്ലോകം 33. തൗ തു ഗീർവാണ ഋഷഭൗ ദുസ്തരാത് ഹരിലോകതഃ ഹതശ്രീയൗ ബ്രഹ്മശാപം അഭൂതാം വിഗതസ്മയൗ. അതായത് തൗത്തു ആ 2 ദ്വാരപാലകന്മാരും ഗീർവാണ ഋഷഭവും ദേവന്മാരിൽ ശ്രേഷ്ഠന്മാരായിരുന്നു എന്നവര് ഭഗവാന്റെ പാർഷദന്മാരിൽ മുഖ്യന്മാരായിരുന്നു. അതാണ് അവരെ പറയുന്നത് ഗീർവാണ ഋഷഭവും. അവരിൽ ഭഗവാന്റെ പാർഷദന്മാരിൽ ദേവന്മാരിൽ ശ്രേഷ്ഠന്മാരായ ആ 2 ദ്വാരപാലകരും ഹരിലോകേ ആ വൈകുണ്ഠത്തിൽ ഹരിലോകത ആ വൈകുണ്ഠത്തിൽ വെച്ച് തന്നെ ദുസ്തരാത് തടയാൻ കഴിയാത്ത ബ്രഹ്മശാപമേറ്റ് ഹതശ്രീയ ശ്രീ നശിച്ചുപോയി ഐശ്വര്യം നശിച്ചവരായും വിഗതസ്മയവും എന്ന് വെച്ചാൽ അഹങ്കാരം നശിച്ചവരുമായി ആഭൂതാം ആയി തീർന്നു എന്ന്. അങ്ങനെ ഭഗവാന്റെ പാർഷദന്മാരിൽ മുഖ്യന്മാരായ ആ 2 ദ്വാരപാലകന്മാരും വൈകുണ്ഠത്തിൽ അതാണ് ഹരിലോകത വൈകുണ്ഠത്തിൽ വെച്ച് തന്നെ ഒരിക്കലും തടുക്കാനാകാത്ത ബ്രഹ്മശാപമേറ്റ് അവരുടെ ഐശ്വര്യവും നഷ്ടപ്പെട്ടു അഹങ്കാരവും ശമിച്ചവരായി മാറുകയും ചെയ്തു. ശ്ലോകം 34. തഥാ വിഗുണ്ഠദിഷ്ണാത് തയോഹോ നിബധമാനയോ ഹാഹാകാരഃ മഹാനാസീദ് വിമാന അഗ്രേഷു പുത്രക. തഥാ അതിനുശേഷം വിഗുണ്ഠദിഷ്ണാത് ആ വൈകുണ്ഠത്തിൽ നിന്നും തയോഹോ അവർ 2 പേരും നിബധമാനയോ താഴേക്ക് പതിച്ചു. ആ താഴെയുള്ള അതോ ലോകങ്ങളായ ഭൂലോകത്തിലേക്ക് അവർ 2 പേരും താഴേക്ക് വീണുകൊണ്ടിരിക്കെ അവരിങ്ങനെ പോന്നുകൊണ്ടിരിക്കെ പുത്രക ദേവന്മാർ വിമാന അഗ്രേഷു വിമാനങ്ങളിലൊക്കെ ഇരിക്കുന്ന നമ്മൾ നേരത്തെ പഠിച്ചല്ലോ വൈകുണ്ഠത്തിലകത്തെ ഭഗവാന്റെ പാർഷദന്മാർ ഇങ്ങനെ വിമാനങ്ങളിലാണ് സഞ്ചരിക്കുന്നത് എന്ന്. അങ്ങനെ വിമാനങ്ങളിൽ സഞ്ചരിക്കുന്ന മറ്റു ദേവന്മാരെല്ലാവരും ഹാഹാകാരാന്ന് ഉറക്കെ അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഉറക്കെ കരയുന്നത് മഹാനാസീത് ആ കരച്ചിൽ അവിടെ ആകെ ഉയർന്നു. അവർക്കത് കണ്ട് സഹിക്കാൻ പറ്റിയില്ല. കാരണം അത്രയും ജന്മങ്ങളുടെ കർമ്മ തീർത്തിട്ടാണ് അവരിവിടെ വരെ എത്തിയത്. ഇന്ന് വീണ്ടും അവർ ആ അഹം കൊണ്ട് വീണ്ടും ഭൂമിയിലേക്ക് പോവുകയാണ്. ഇനി ഏത് ജന്മത്തിൽ എപ്പോൾ ഇവിടെ തിരിച്ച് എത്ര കഴിഞ്ഞാണ് ഇവിടെ എത്തുക? ഭഗവാൻ പറയുന്നു വളരെ വേഗം എന്നിലേക്ക് എത്തിച്ചേരും എന്ന് പറഞ്ഞാലും ഭഗവാന്റെ സമയവും കാലഗണന പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി നമ്മളുടെ സമയവും ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ? എത്രയോ വർഷങ്ങളുടെ വ്യത്യാസമാണ് ഉള്ളത്. അപ്പോൾ എത്രയോ ജന്മങ്ങൾ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇനി ഇവരെ എത്തുക എന്ന് ആലോചിച്ചിട്ട് അവിടെയുള്ള വിമാനങ്ങളിൽ ഇരിക്കുന്ന മറ്റു ദേവന്മാരൊക്കെ ഹാഹാ എന്ന് പറഞ്ഞ് ഉറക്കെ കരയാൻ തുടങ്ങിയെന്ന്. വേദനയോടുകൂടി അവരിങ്ങനെ താഴേക്ക് പതിക്കുന്നത് കണ്ടിട്ട് ഭൂലോകത്തിലേക്ക് ഇങ്ങനെ പതിക്കുന്നത് താഴേക്ക് വീഴുന്നത് കണ്ടിട്ട് അവരൊക്കെ ഉറക്കെ കരഞ്ഞു. ശ്ലോകം 35. തൗ ഏവ ഹി അധുനാ പ്രാപ്തൗ പാർഷദ പ്രവരൗ ഹരേഹേ ദിതിയെ ജഡര നിർവിഷ്ടം കാശ്യപം തേജ ഉൽഭണം. തൗ ഏവ ആ 2 ദ്വാരപാലകരും ഹി അധുന ഹി എന്ന് വെച്ചാൽ തീർച്ചയായും അധുന എന്ന് വെച്ചാൽ ഇപ്പോൾ. അപ്പോൾ ബ്രഹ്മദേവൻ പറയാണ് അങ്ങനെ താഴേക്ക് പതിച്ച ആ 2 ദ്വാരപാലകന്മാരായ ജയവിജയന്മാരും അധുന ഇപ്പോൾ പാർഷദന്മാരായ ഹരേ ഭഗവാന്റെ പാർഷദന്മാരായ ആ 2 ദ്വാരപാലകരും ഇപ്പോൾ ദിതിയുടെ ജഡര നിർവിഷ്ടം ഗർഭത്തിലേക്ക് കാശ്യപം തേജ കശ്യപ മഹർഷിയുടെ വീര്യത്തെ സ്വീകരിച്ച് ഉൽബണം എന്ന് വെച്ചാൽ വളരെ ശക്തമായ കശ്യപ മഹർഷിയുടെ വീര്യത്തെ സ്വീകരിച്ച് ദിതേ ജഡര നിർവിഷ്ടം ദിതിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്.
അപ്പോൾ എന്താണ് ഈ ലോകത്ത് ഈ അന്ധകാരം വരാനുള്ള കാരണമെന്ന് ദേവന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ ഭൂമിയിലേക്ക് പതിച്ച ഭഗവാന്റെ മുഖ്യ പാർഷദന്മാരായ ആ ജയവിജയന്മാർ കശ്യപ മഹർഷിയുടെ വളരെ ശക്തമായ ആ വീര്യത്തെ സ്വീകരിച്ച് അതിലേക്ക് കടന്നിട്ട് ദിതിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ശ്ലോകം 35. ഇനി 36. തയോഹോ അസുരയോഹോ അദ്യ തേജസ യമയോഹോ ഹി വഹ യമയഃ ഹി വഹ ആക്ഷിപ്തം തേജ ഏതർഹി ഭഗവാൻ തത് വിദിത്സതി. തയോഹോ ആ രണ്ടുപേരുടെയും അസുരയോഹോ അസുരന്മാരായിട്ട് അദ്യഹ വളർന്നിരിക്കുകയാണിപ്പോൾ. അദ്യഹ എന്ന് വെച്ചാൽ ഇപ്പോൾ ആ ദിതിയുടെ ഗർഭത്തിൽ കിടന്ന് ആ രണ്ടുപേരും വലിയ അസുരന്മാരായിട്ട് വളർന്നിരിക്കുകയാണ്. അവരുടെ തേജസഹ അവരുടെ തേജസ് യമയഹ എന്ന് വെച്ചാൽ ഇരട്ടകൾ എന്നാണ് അർത്ഥട്ട. ആ രണ്ടുപേരും ദിതിയുടെ ഗർഭത്തിൽ രണ്ട് അസുരന്മാരായി ഇരട്ടകളായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അവരുടെ തേജസ് ഹി വഹ എന്ന് വെച്ചാൽ തീർച്ചയായും വഹ എന്ന് വെച്ചാൽ നിങ്ങളുടെ തേജസ്സിനെ ആക്ഷിപ്തം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ദേവന്മാരുടെ പറഞ്ഞു. അവരുടെ തേജസ് ദിതിയുടെ ഗർഭത്തിൽ രണ്ട് ഇരട്ട അസുരന്മാരായി അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ തേജസ് ഇപ്പോൾ നിങ്ങളുടെ ദേവന്മാരെ നിങ്ങളുടെ തേജസ്സിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വേറൊരു കാര്യം കൂടി കേട്ടോളൂ. ഏതർഹി ഈ സമയം ഭഗവാൻ തത് വിദിത്സതി ഇത് ഭഗവാൻ തന്നെ എഴുതിയ തിരക്കഥയാണ്. ഇതിലെനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ സംഭവം ഇവിടെ നടക്കാൻ കാരണം ഭഗവാൻ തന്നെ തീരുമാനിച്ചു, ഭഗവാൻ തന്നെ ചെയ്യിച്ചതാണ്. ഭഗവാൻ പറഞ്ഞില്ലേ സനകാദികളോട്, നിങ്ങൾ ശപിച്ചത് ആ കാര്യം അത് ഞാൻ നിർമ്മിച്ചതാ, എൻ്റെ നിർമ്മിതിയാണത്, ഞാനാണത് നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ നാവിലിരുന്ന് നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് കോപം ഉണ്ടാക്കി നിങ്ങളുടെ നാവിലിരുന്ന് അത് പറയിപ്പിച്ചത് ഞാനാ. കാരണം അത് എൻ്റെ തിരക്കഥയാണ്. നിങ്ങൾ അതിനനുസരിച്ച് ആടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ തിരക്കഥയ്ക്കനുസരിച്ച് ആടുക മാത്രമേ എല്ലാവരും ഇവിടെ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ബ്രഹ്മാവ് തന്നെ പറയാണ് ദേവന്മാരോട്, എനിക്കോ നിങ്ങൾക്കോ ഇതിലൊന്നും ചെയ്യാനില്ല. ഇത് തത് വിദിത്സതി ഇത് വിധിച്ചത് ഭഗവാനാണെങ്കിൽ ഇതിനുള്ള പരിഹാരവും ഭഗവാൻ തന്നെ കാണിച്ചു തരും. നമ്മൾ ആരും ഇനി ഇവിടെ കിടന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഈ അന്ധകാരം ഇവിടെ വ്യാപിക്കാനുള്ള കാരണം, നിങ്ങളുടെ തേജസ് മങ്ങിപ്പോകാനുള്ള കാരണം എന്തെന്ന് മനസ്സിലായില്ലേ? ആ രണ്ട് അസുരന്മാരുടെ പ്രഭാവം കൊണ്ടാണ്. ഇനി അവരെ വകവരുത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഇവിടം വരെ കൊണ്ട് എത്തിച്ചത് ഭഗവാനാണ് എങ്കിൽ ഇതിന് പരിഹാരം കാണാനും ഭഗവാൻ അറിയാം. എനിക്കോ നിങ്ങൾക്കോ ഇവിടെ ഒന്നും ചെയ്യാനില്ല. അതാണ് ആ പറഞ്ഞത്. ഏതർഹി ഈ സമയം ഭഗവാൻ തന്നെയാണ് അത് വിധിച്ചതി ആഗ്രഹിച്ചതാണ് ഇതൊക്കെ നടക്കണം എന്നുള്ളത്. അപ്പോൾ അത് നടന്നേ പറ്റൂ. അപ്പം അതിനെ പരിഹരിക്കാൻ അതിന് നമുക്ക് പരിഹാരം കാണാൻ പറ്റില്ല. ഭഗവാൻ തന്നെ തീരുമാനിച്ചതാണത്. ഇനി ശ്ലോകം 37 അവസാന ശ്ലോകം. വിശ്വസ്യ യഃ സ്ഥിതി ലയ ഉദ്ഭവ ഹേതു ആദ്യഃ യോഗേശ്വരഃ അഭി ദുരത്യയ യോഗമായഃ ക്ഷേമം വിദാസ്യതി സ ന ഭഗവാൻ ത്രദീശ തത്ര അസ്മദീയ വിമൃശേന കിയാൻ ഇഹ അർത്ഥഃ. വിശ്വസ്യ യഃ സ്ഥിതി ലയ ഉദ്ഭവ ഹേതു അദ്യ യോഗേശ്വര അഭി ദുരത്യയ യോഗമായഃ ക്ഷേമം വിദാസ്യതി സ നഃ ഭഗവാൻ ത്രദീശ തത്ര അസ്മദീയ വിമൃശേന ക്രിയാൻ ഇഹ അർത്ഥഃ. എന്താ പറയണേന്നോ? അപ്പോൾ ഭഗവാന്റെ തീരുമാനമാണ് ഇത്. അതുകൊണ്ട് നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മദേവൻ പറയാണ് വിശ്വസ്യ ഈ പ്രപഞ്ചത്തിൻ്റെ ആരാണ്? ഈ പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി ലയ ഉദ്ഭവം സൃഷ്ടി സ്ഥിതി പരിപാലനം ലയം സംഹാരം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് ഹേതു കാരണമായിട്ടുള്ളത് ആരാണോ അദ്യഹ ഏറ്റവും ആദ്യമുണ്ടായിട്ടുള്ള എല്ലാത്തിൻ്റെയും ആദ്യ ബീജമായിരിക്കുന്ന ആരാണോ ആ ഭഗവാന്റെ യോഗമായ ശക്തി ഉണ്ടല്ലോ. ആ മായയിലാണ് ഇപ്പം ജയവിജയന്മാർ പെട്ടുപോയത്. അതേ മായയിൽ തന്നെയാണ് സനകാദികളും പെട്ടുപോയത്. അതുകൊണ്ടാണ് പെട്ടെന്ന് കോപം ഉണ്ടായത്. അങ്ങനെ ആ ഭഗവാന്റെ യോഗമായ ശക്തിയെ ദുരത്യയ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ യോഗേശ്വര അഭി യോഗീശ്വരന്മാർക്ക് പോലും ഏറ്റവും വലിയ യോഗീശ്വരന്മാർക്ക് പോലും മഹർഷികൾക്ക് പോലും ബ്രഹ്മജ്ഞാനികൾക്ക് ആണെങ്കിൽ പോലും അത് സാധ്യമല്ല, എളുപ്പമല്ല എന്നത് ആ ഭഗവാന്റെ മായയെ മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് ഇവിടെ ത്രിദശ ഭഗവാൻ ത്രിലോകങ്ങളുടെയും ത്രിഗുണങ്ങളുടെയും ഈശ്വരനായിട്ടുള്ള ത്രിദീശ ഇതിൻ്റെയൊക്കെ ഈശ്വരനായിട്ടുള്ള ആ ഭഗവാൻ
നഹ നമ്മളെയൊക്കെ ക്ഷേമം വിദാസ്യതി നമ്മളുടെയൊക്കെ ക്ഷേമം ഭഗവാൻ നോക്കിക്കോളും. മനസ്സിലായ? നമ്മളെയൊക്കെ ജനിപ്പിച്ചത്, ഇങ്ങനെ നിലനിർത്തിയെന്നത്, ഇങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് അനുഭവിപ്പിക്കുന്നത്, ഇതിനെയൊക്കെ പരിഹാരം കാണുന്നതും നമ്മളുടെയൊക്കെ ക്ഷേമം അത് ഭഗവാൻ നോക്കിക്കൊള്ളും. അതുകൊണ്ട് തത്ര ഇവിടെ നിന്ന് അസ്മദീയ വിമൃശേന നമ്മളിങ്ങനെ കുറേ ആലോചന നടത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതാണ് അസ്മദീയ വിമൃശേന. നമ്മൾ ഇവിടെ നിന്ന് കുറേ ഇങ്ങനെ ആലോചിച്ച് എന്താണ് പരിഹാരം എന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യവും കിയാൻ ഇഹ അർത്ഥ അതുകൊണ്ട് ഒരു അർത്ഥവും ഇല്ല, ഒരു പ്രയോജനവും ഇല്ല. ഇതിൻ്റെയൊക്കെ പരിഹാരം ഭഗവാൻ നോക്കിക്കോളും. നമ്മളുടെ ക്ഷേമം ഭഗവാന്റെ കൈകളിലാണ് ഇരിക്കുന്നത്, അത് ഭഗവാൻ ചെയ്തുകൊള്ളും. അതുകൊണ്ട് ത്രിലോകങ്ങളുടെയും ഈശ്വരനായ ഭഗവാന്റെ കയ്യിൽ നമ്മൾ സുരക്ഷിതരാണ്. നമ്മളുടെ ക്ഷേമം ഭഗവാൻ നോക്കിക്കോളും. ഈ വിശ്വത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരകാരകനായ എല്ലാത്തിൻ്റെയും ആദ്യബീജനായ ആ ഭഗവാന്റെ മായയുണ്ടല്ലോ, ആ പ്രകൃതിയുടെ ആ മായാപ്രഭാവം, അതിനെ മനസ്സിലാക്കാൻ യോഗീശ്വരന്മാർക്ക് പോലും എളുപ്പമല്ല അത് മനസ്സിലാക്കാനുള്ളത്. അത്രയ്ക്ക് ദുഷ്കരമാണ് അത് മനസ്സിലാക്കുക, അതിൽ നിന്നും പുറത്തു കിടക്കുക. ഇത് മായയാണ് ഈ വന്ന് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് പോലും പെട്ടെന്ന് ആ നിമിഷത്തിൽ സാധിക്കില്ല. അങ്ങനെയുള്ള ആ ഭഗവാന്റെ മായയാണ് ഈ കാണുന്നതൊക്കെ. അതുകൊണ്ട് അതിനെങ്ങനെ പരിഹാരം കാണാമെന്ന് ആലോചിച്ച് നമ്മൾ ഇവിടെ നിന്ന് കുറേ നേരം ചിന്തിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. നമ്മളുടെയൊക്കെ ക്ഷേമം ഭഗവാന്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കും. ഇവിടെ നടക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതുമൊക്കെ ആ ഭഗവാൻ എഴുതിയ തിരക്കഥ. അതിനൊത്ത് നമ്മളൊക്കെ ദേവന്മാരും മനുഷ്യരും സർവചരാചരങ്ങളും അതിനൊത്ത് ആടുക മാത്രമാണ് ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ഒരു അധ്യായം അവസാനിക്കുകയാണ്. അതോടെ തൃതീയ സ്കന്ധത്തിൻ്റെ ഒന്നാം ഭാഗം ഇവിടെ പൂർത്തിയാകുന്നു. അങ്ങനെ ഭഗവാൻ തിരിച്ചു പോകുന്നു, സനകാദികൾ പോകുന്നു. അങ്ങനെ ഭഗവാന്റെ പാർഷദന്മാരായ ജയവിജയന്മാർ ഭൂമിയിലേക്ക് പോന്ന് ദിതിയുടെ ഗർഭത്തിൽ ഗംഭീരന്മാരായ രണ്ട് അസുരന്മാരായി അങ്ങനെ വളർന്നു വരുന്നു. ഇനി അവരുടെ പ്രഭാവത്താൽ ഭൂമിയിലും ദേവന്മാർക്കും മഹർഷികൾക്കൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഭഗവാൻ കറക്റ്റ് സമയത്ത് വരുന്നത്, വരാഹ അവതാരം എടുത്ത് വരുന്നത്, അതൊക്കെയാണ് നമ്മളിനി അടുത്ത ഭാഗങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എത്രയോ ജന്മത്തിൻ്റെ കർമ്മത്തെ തീർത്തിട്ടായിരിക്കും ജയവിജയന്മാർ വൈകുണ്ഠത്തിൽ ഭഗവാന്റെ മുഖ്യ പാർഷിദന്മാർ എന്ന ആ ഒരു പോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ടാവുക എന്ന് ആലോചിക്കുക. അവർ പോലും ഒരു നിമിഷ നേരത്ത്, അതായത് ഉയർന്ന സ്ഥാനങ്ങൾ കിട്ടുമ്പോൾ പലരുടെയും ഇങ്ങനെയൊരു ആത്മീയമായ പാതയിലൂടെ സഞ്ചരിക്കുന്ന പലർക്കും ആ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ സംഭവിക്കുന്ന ഒരു അഹങ്കം, അതായത് കുറച്ചങ്ങൾ ഉയരുമ്പോൾ എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്, ഞാൻ ഇങ്ങനെ ആയത്, ഞാനിങ്ങനെ ആദരിക്കപ്പെടുന്നത് എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ഇങ്ങനെയുള്ളവർക്ക് വളരെയധികം ഒരുപാട് പേർക്ക് അങ്ങനെയുള്ളൊരു തോന്നൽ വരും. ആ തോന്നൽ വരുമ്പോഴാണ് അവർ കീഴ്പോട്ട് വീഴുന്നത്. അതാണ് ജയവിജയന്മാരുടെ കഥയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ഉയർന്ന അവസ്ഥയിൽ എത്തിയപ്പോൾ അവരുടെ ഉള്ളിൽ ഞങ്ങളുടെ കഴിവ് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്, അവർ പോലും അറിയാതെ ആ മായ, പ്രകൃതിയുടെ ആ മായയിൽ പെട്ടിട്ട് ഒരു അഹങ്കാരം, അവർ അഹത്തിലാണ് നിൽക്കുന്നത് എന്ന് അവർ പോലും അറിഞ്ഞില്ല. ആ അഹങ്കാരം അവരുടെ ഉള്ളിൽ വളർന്നു. പക്ഷെ ആ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ അറിയാമായിരുന്നു അവർ അഹത്തിലാണ് ഇരിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ സനകാദി മഹർഷിമാർക്ക് വൈകുണ്ഠത്തിലേക്ക് വരാൻ അവരുടെ ഉള്ളിൽ തോന്നിപ്പിച്ചതും ഭഗവാനാ, അവിടെ എത്തിച്ചതും ജയവിജയന്മാരോട് അനുവാദം ചോദിക്കാതെ കടക്കാൻ തോന്നിപ്പിച്ചതും ഒക്കെ ഭഗവാനാ. ഭഗവാൻ എഴുതിയ നാടകം ഇവർ കിടന്ന ആടുകയായിരുന്നു. രണ്ടു കൂട്ടരും അത് അറിഞ്ഞില്ല. ജയവിജയന്മാർക്ക് തടയാൻ തോന്നിച്ചതും ഇവർക്ക് ശപിക്കാൻ തോന്നിച്ചതും അതൊക്കെ അവിടെ സംഭവിച്ച് അവരുടെ അഹത്തെ ശമിപ്പിക്കാൻ, യഥാർത്ഥത്തിൽ അതൊരു അനുഗ്രഹമാണ്. അവരുടെ ഉള്ളിലെ ആ ഒരു ചെറിയ കളങ്കം അതില്ലാതാക്കി അവരെ പരിശുദ്ധരാക്കി തിരിച്ചു വരുത്താൻ ഭഗവാൻ എഴുതിയ ഒരു നാടകമായിരുന്നു അവിടെ അരങ്ങേറിയത്. അപ്പോൾ അത് വളരെ ശുഭമായി പര്യവസാനിച്ചു. അങ്ങനെ അവർ ഭൂമിയിലേക്ക് ദിതിയുടെ ഗർഭത്തിൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവർ ചെയ്ത പ്രാരാബ്ദങ്ങൾ എന്തൊക്കെയാണ്, ഭൂമിയിൽ വന്ന അവരുടെ ആ ഒരു അതെങ്ങനെയാണ് കർമ്മഫലം അവരെങ്ങനെയാണ് അനുഭവിച്ചത് എന്നുള്ളത് നമുക്ക് ഈ തൃതീയ സ്കന്ധത്തിൻ്റെ രണ്ടാം ഭാഗം, അതായത് അടുത്ത പുസ്തകം എടുക്കാൻ പോകും. അപ്പോൾ അതിൽ നമുക്ക് കാണാം. നമസ്കാരം.